നമസ്കാരം. അമേരിക്ക അസാധാരണ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. സർക്കാർ ഷട്ട് ഡൗണിലേക്കോ എന്നതാണ് സംശയം. 9 മണി വാർത്ത ആരംഭിക്കുന്നു. ആദ്യം നോക്കാം ഇതുവരെയുള്ള വാർത്തകൾ വേഗത്തിൽ. ശബരിമല ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശാൻ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് നിയമവിരുദ്ധമെന്ന മുൻ തിരുവാഭരണ കമ്മീഷണർ ന്യൂസ് 18നോട്. ഉണ്ണികൃഷ്ണൻ പൊറ്റി ആഴ്ചകളോളം ശില്പങ്ങൾ കൈവശം വെച്ചു എന്ന് RG രാധാകൃഷ്ണൻ. ചെന്നൈയിൽ മഹസർ രേഖപ്പെടുത്തി ശില്പങ്ങൾ കൈപ്പറ്റുമ്പോൾ പീഠങ്ങൾ ഇല്ലായിരുന്നുവെന്ന് മുൻ തിരുവാഭരണം കമ്മീഷൻ. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഗുരുതര ആരോപണവുമായി ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് G രാമൻ നായർ. കൊടുത്തുവിട്ട ദ്വാരപാലക സ്വർണ്ണപ്പാളി അല്ല തിരിച്ചു കൊണ്ടുവന്നത്. സ്വർണം പൂശാൻ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് അല്ല തിരികെ വന്നത് എന്ന രാമൻ നായരുടെ പ്രതികരണം. ന്യൂസ് 18 പ്രൈം ഡിബേറ്റ്. ഇടുക്കി നടുക്കി കട്ടപ്പനയിൽ ഹോട്ടലിന്റെ ഓട വൃത്തിയാക്കാനിറങ്ങിയ 3 തൊഴിലാളികൾ മരിച്ചു. തമിഴ്നാട് സ്വദേശികൾ മരിച്ചത് ഓടയിൽ നിന്നുള്ള വിഷവാതകം ശ്വസിച്ച. പോസ്റ്റ്മോർട്ടം ഇന്ന്. കളക്ടറോട് റിപ്പോർട്ട് തേടി മന്ത്രി റോഷി അഗസ്റ്റിൻ. KPCC പുനഃസംഘടനാ പട്ടിക ഉടൻ പ്രസിദ്ധീകരിക്കുന്നത്. വൈസ് പ്രസിഡന്റുമാരുടെയും ജനറൽ സെക്രട്ടറിമാരുടെയും പട്ടിക. DCC അധ്യക്ഷന്മാരുടെ സമ്പൂർണ്ണ പട്ടിക തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം. ന്യൂസ് 18 ചർച്ചയ്ക്കിടെ രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി മുഴക്കിയ കേസിൽ BJP വക്താവ് പ്രിന്റു മഹാദേവന് ജാമ്യം. പ്രിന്റു ഹാജരായത് ഇന്നലെ രാത്രി തൃശൂർ പേരാമംഗലം പോലീസ് സ്റ്റേഷനിൽ. സത്യമേവ ജയതേ എന്ന് പ്രതികരിച്ച പ്രിന്റു. ഇന്ന് മഹാനവമി. ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും ചടങ്ങുകളും. വിജയദശമി ചടങ്ങുകൾക്ക് ഒരുങ്ങി കൊല്ലൂർ മൂകാംബിക. കൊൽക്കത്തയിൽ ദുർഗാപൂജ. ദസറ ആഘോഷത്തിൽ മൈസൂർ. തമിഴക വെട്രിക്കഴകം നേതാവ് വിജയുടെ ആരോപണങ്ങൾ തള്ളി തമിഴ്നാട് സർക്കാർ. രാഷ്ട്രീയമായി തിരിച്ചടിക്കാൻ DMK. മരിച്ചവരുടെ വീടുകൾ സന്ദർശിച്ച DMK നേതാവ് സെന്തിൽ ബാലാജി. ആശ്രിതർക്ക് ധനസഹായം കൈമാറി. റവന്യൂ സെക്രട്ടറി P. അമുദയുടെ വാർത്താ സമ്മേളനത്തിനെതിരെ പ്രതിപക്ഷം. സുപ്രീം കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ അന്വേഷണം വേണമെന്ന് BJP. RSSന്റെ 100ാം വാർഷികം നാളെ. ആഘോഷങ്ങൾ ഇന്ന്. ഡൽഹിയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ചടങ്ങുകൾ അംബേദ്കർ സെന്ററിൽ. RSS ആസ്ഥാനമായ നാഗ്പൂരിലും ആഘോഷ പരിപാടികൾ. അമേരിക്കയിൽ ഗുരുതര പ്രതിസന്ധി. സാമ്പത്തിക വർഷാരംഭത്തിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ ഗവൺമെന്റ് ഷട്ട് ഡൗൺ. ധന അനുമതി ബില്ലുകൾ പാസ്സായില്ല. 5 ലക്ഷം സർക്കാർ ജീവനക്കാർക്ക് ശമ്പളമില്ലാത്ത അവധി. ഇവരെ പിരിച്ചുവിടുമെന്ന് ട്രംപിന്റെ ഭീഷണി. അഫ്ഗാനിസ്ഥാനിലെ ഇന്റർനെറ്റ് ടെലികമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് UN ദൗത്യസംഘം. കാബൂളിന് പുറം ലോകവുമായുള്ള ബന്ധം നിലച്ചുവെന്ന് റിപ്പോർട്ട്. സാഹചര്യം അഫ്ഗാന്റെ സാമ്പത്തിക സ്ഥിരതയെ ബാധിക്കുമെന്നും UN സംഘം. ഒമ്പത് മണി വാർത്ത. ആദ്യം അമേരിക്കയിലെ ഗുരുതര പ്രതിസന്ധിയിലേക്കാണ്. അമേരിക്കയിൽ നിന്ന് ഡോക്ടർ സജിമോൻ ആന്റണിയും അതോടൊപ്പം തന്നെ VR കാർത്തിക ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ധന അനുമതി ബിൽ പാസാക്കാനാവാതെ വന്നതോടുകൂടിയാണ് അമേരിക്കയിൽ സർക്കാർ പ്രവർത്തനങ്ങൾ സ്തംഭനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. നിർത്തലാക്കിയ ആരോഗ്യ പരിരക്ഷ ആനുകൂല്യങ്ങൾ ബില്ലിൽ ഉൾപ്പെടുത്തണമെന്ന ഡെമോക്രാറ്റുകളുടെ ആവശ്യം ആണ് പ്രതിസന്ധിക്ക് കാരണം. 5 ലക്ഷത്തോളം പേർ ഇപ്പോൾ അവധിയിലാണ്. ഇവരെ പിരിച്ചുവിടും എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. But had nothing to do with him. We could come up and through this whole thing, because I don't know, we'll probably have a shutdown because one of the things they want to do is they want to give incredible Medicare, the Cadillac Medicare to illegal immigrants. And what that does is it keeps them coming into our country, and like they do in California. And no country can afford that. No country. So, it's been an amazing thing. Over healthcare. They are shutting it down. We're not shutting it down. We don't want it to shut down because we have the greatest period of time ever
I told you we have $17 trillion being invested, so the last person that wants it shut down is us. Now, with that being said, we can do things during the shutdown that are irreversible, that are bad for them and irreversible by them, like cutting vast numbers of people out, cutting things that they like, cutting programs that they like. And you all know Russell Vought. He's become very popular recently because he can trim the budget to a level that you couldn't do any other way. So they're taking a risk by having a shutdown because of the shutdown, we can do things medically and other ways, including benefits. We can cut large numbers of people out. We don't want to do that, but we don't want fraud, waste, and abuse. And I got it down to 35. And I said, I hope I win the next election because otherwise whoever wins. VR കാർത്തിക് ചേരുന്നുണ്ട്. കാർത്തിക്, അസാധാരണമായ ഒരു പ്രതിസന്ധി, സർക്കാർ ഷട്ട് ഡൗണിലേക്ക് എന്നതാണ് അവസ്ഥ. എന്താണ് ഈ പ്രതിസന്ധിക്ക് കാരണം? കടുത്ത രാഷ്ട്രീയ തർക്കം തന്നെയാണ് അമേരിക്കയിൽ ഷട്ട് ഡൗണിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കൻസും തമ്മിൽ പല ഘട്ടങ്ങളിലായി ചർച്ച നടന്നിരുന്നു. ആരോഗ്യ പരിരക്ഷാ ബില്ലിലെ വ്യവസ്ഥകൾ അത് പുനഃസ്ഥാപിക്കണമെന്നും നേരത്തെ നിർത്തലാക്കിയവ പുനഃസ്ഥാപിക്കണമെന്നും അടക്കമുള്ള ആവശ്യങ്ങൾ ഡെമോക്രാറ്റുകൾ മുന്നോട്ട് വച്ചിരുന്നു. ഇത് റിപ്പബ്ലിക്കൻസ് അംഗീകരിച്ചില്ല. ഇതാണ് പ്രതിസന്ധിക്ക് കാരണമായത്. വളരെ നാളുകളായി തന്നെ അനിവാര്യമായ ഒരു ഷട്ട് ഡൗണിലേക്ക് കാര്യങ്ങൾ പോകും എന്ന മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ട്രംപ് തന്നെ മുൻകൈയെടുത്ത് ചർച്ചകൾ നടത്തിയിരുന്നു. പക്ഷേ ഒരു രാഷ്ട്രീയ സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല. അതായത് ഒരു ധനവിനിയോഗ ബിൽ, ഏതൊരു രാജ്യത്തിൻ്റെയും ധനവിനിയോഗ ബിൽ പാസാക്കിയാൽ മാത്രമേ ആ രാജ്യത്തെ സർക്കാർ സേവനങ്ങളുടെ നടത്താൻ കഴിയുകയുള്ളൂ. അതായത് ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ കഴിയുകയുള്ളൂ. സമാനമായ ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ US-ലും ഉണ്ടായിരിക്കുന്നത്. US-ൽ ഇത്തരത്തിൽ ധനവിനിയോഗ ബിൽ പാസാക്കുകയും കോൺഗ്രസ് പാസാക്കുകയും അത് പ്രസിഡന്റ് ഒപ്പുവെക്കുകയുമാണ് പതിവ്. പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് ഒക്ടോബർ 1-നാണ്. 2026 ആദ്യം വരെയുള്ള ചെലവുകൾക്ക് ഏതാണ്ട് 12ഓളം ബില്ലുകൾ പാസാക്കേണ്ടതുണ്ടായിരുന്നു. എന്നാൽ ഇതാണ് രാഷ്ട്രീയ തർക്കത്തെ തുടർന്ന് മുടങ്ങിയത്. സെനറ്റിലാണ് ബില്ല് പാസ്സാകാതെ പോയത്. കാരണം 7 ഡെമോക്രാറ്റിക് അംഗങ്ങളുടെ പിന്തുണ ഇതിന് വേണമായിരുന്നു. എന്നാൽ 2 പേരുടെ പിന്തുണ മാത്രമാണ് ലഭിച്ചത്. ആ തരത്തിലാണ് ഇത്തരത്തിൽ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. നിലവിലെ സാഹചര്യത്തിൽ അവശ്യ സേവനങ്ങൾ ഒഴികെ മറ്റെല്ലാം മുടങ്ങുന്ന സ്ഥിതിയാണ് അമേരിക്കയിൽ. ലക്ഷക്കണക്കിന് ജീവനക്കാർ നിർബന്ധിത അവധിയിലേക്ക് പോകേണ്ട സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ അവശ്യ സേവനങ്ങൾ, അത് സൈനികർ അടക്കമുള്ളവരുടെ അവശ്യ സേവനങ്ങൾ അവരും ശമ്പളമില്ലാതെ ചെയ്യേണ്ടി വരുന്ന ഒരു പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഡെമോക്രാറ്റുകൾ മുന്നോട്ട് വെച്ച ഒരു ആവശ്യം ആരോഗ്യ പരിരക്ഷ നിബന്ധനകളടക്കം പുനഃസ്ഥാപിക്കണമെന്ന് നേരത്തെ ഒബാമ കെയർ എന്ന പേരിൽ ലോകമൊട്ടാകെ പ്രസിദ്ധമായ അല്ലെങ്കിൽ ലോകമൊട്ടാകെ ചർച്ച ചെയ്ത ഒന്നായിരുന്നു സാധാരണക്കാർക്ക് ഏറെ ഗുണം ചെയ്യുന്ന ആരോഗ്യ പരിരക്ഷ സേവനങ്ങൾ അമേരിക്കയിലേത്. എന്നാൽ ഈ വർഷം അവസാനത്തോടെ അതിലെ പല വ്യവസ്ഥകളും ഇല്ലാതാകുകയാണ്. ഇത് പുനഃസ്ഥാപിക്കണം, നേരത്തെ നിർത്തലാക്കിയവ, ഒബാമ കെയറിന്റെ ഭാഗമായി നിർത്തലാക്കിയവ പുനഃസ്ഥാപിക്കണം എന്നൊരു ആവശ്യമാണ് ഡെമോക്രാറ്റുകൾ ശക്തമായി മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇത് വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കും എന്നാണ് ട്രംപിന്റെ വാദം. അല്പം മുമ്പ് ട്രംപിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമായത് ഇത്തരത്തിൽ വലിയ പ്രതിസന്ധി ഇത് ഉണ്ടാക്കും. ആ പ്രതിസന്ധി ഒരു രാജ്യത്തിനും താങ്ങാനാകില്ല. അനധികൃത കുടിയേറ്റക്കാർക്ക് മെഡിക്കൽ ആനുകൂല്യം നൽകണം എന്ന ആവശ്യമാണ് ഡെമോക്രാറ്റുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് അംഗീകരിക്കാനാകില്ല. പല ഘട്ടങ്ങളിലായി ചർച്ച നടന്നിരുന്നു. പക്ഷേ ആ ചർച്ചയിലൊന്നും തന്നെ ഡെമോക്രാറ്റുകൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. ഇത്തരത്തിൽ വലിയ തോതിൽ സർക്കാർ ഖജനാവിന് നഷ്ടമുണ്ടാക്കുന്ന ഒരു തീരുമാനമെടുത്താൽ കുടിയേറ്റം വർദ്ധിക്കും, അത് വലിയ തോതിൽ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കും. ഇതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട വാദം. എന്നാൽ ഇത് അംഗീകരിക്കാൻ ഡെമോക്രാറ്റുകൾ തയ്യാറായില്ല. ആവർത്തിച്ചുള്ള ചർച്ചകൾ പരാജയപ്പെട്ടു. ബില്ലിൽ ആരോഗ്യ സേവന മേഖലയ്ക്കുള്ള ഒബാമ കെയർ സബ്സിഡികൾ ഉറപ്പാക്കണം, അതല്ലാതെ വിട്ടുവീഴ്ചയ്ക്കില്ല എന്നായിരുന്നു ഡെമോക്രാറ്റുകളുടെ നിലപാട്. എന്തായാലും നിലവിലെ പ്രതിസന്ധി രൂക്ഷമാണ്. 2018-ലും 2019-ലും സമാനമായി 35 ദിവസത്തോളം ഷട്ട് ഡൗണിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. അന്നും അവിടെ ട്രംപായിരുന്നു അധികാരത്തിൽ. മെക്സിക്കൻ അതിർത്തിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് അന്ന് ഷട്ട് ഡൗണിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. പക്ഷേ അപ്പോഴും ഷട്ട് ഡൗണിന് ശേഷം ജീവനക്കാർ വീണ്ടും ജോലിയിൽ പ്രവേശിച്ചപ്പോൾ ആ കാലയളവിലെ ശമ്പളമൊക്കെ നൽകുമായിരുന്നു. പക്ഷേ ഇത്തവണ ട്രംപ് ഒരു ഭീഷണി കൂടി മുഴക്കിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ലക്ഷക്കണക്കിന് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ നിർബന്ധിത അവധിയിലേക്ക് പോകുമ്പോൾ അവരെ പിരിച്ചുവിടുമെന്നൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. എന്തായാലും വളരെ മോശമാണ് സാഹചര്യം. ഇത് പലതരത്തിൽ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കും. കോടതികൾ അടച്ചിടും, ഉദ്യാനങ്ങൾ അടച്ചിടും, അത്തരത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകും. മാത്രമല്ല വിസ കാര്യങ്ങളടക്കം, വിസ അപേക്ഷകളിലടക്കം തീരുമാനമെടുക്കാൻ കാലതാമസമുണ്ടാകും. അത്തരത്തിൽ സമസ്ത മേഖലകളെയും ബാധിക്കുന്ന ഒരു പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒപ്പം ഓഹരി വിപണിയിലെ അടക്കം ഇത് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. കാർത്തിക് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു സർക്കാർ സംവിധാനം സ്തംഭനത്തിലേക്ക് പോകുമ്പോൾ അത് പ്രത്യക്ഷമായോ പരോക്ഷമായോ ജനങ്ങളെ തന്നെയാണ് ബാധിക്കുക എന്നുള്ളതാണ്. സജിമോൻ ആന്റണി കൂടി ഈ ഘട്ടത്തിൽ ചേരുന്നുണ്ട്.
സജിമോൻ ആന്റണി, നേരത്തെ തന്നെ അതായത് തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടങ്ങളിലടക്കം ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള ചില മുദ്രാവാക്യങ്ങളുണ്ട്. അത് ഘട്ടം ഘട്ടമായി അദ്ദേഹം നടപ്പിലാക്കുമ്പോൾ അതെല്ലാം കടുത്ത തീരുമാനങ്ങളായി മാറുന്നു എന്നുള്ളതാണല്ലോ ട്രംപ് നേരിടുന്ന പ്രധാനപ്പെട്ട വിമർശനം. ഇപ്പോഴിതാ ജീവനക്കാർക്ക് അന്ത്യശാസനം കൂടി നൽകുകയാണ് ട്രംപ്. അവധിയിൽ തുടർന്നാൽ പിരിച്ചുവിടേണ്ടി വരും എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഈ വിഷയം അമേരിക്കൻ ജനതയെ എങ്ങനെയാണ് ബാധിക്കുന്നത്? തീർച്ചയായിട്ടും ഇത് അമേരിക്കൻ ജനതയിലെ വൈഡ് വെറൈറ്റി ഉള്ള സ്ഥലങ്ങളിലുള്ള ആൾക്കാരെ എല്ലാവരെയും ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഇത് അമേരിക്കയിൽ ആദ്യമായിട്ടല്ല ഇതിൻ്റെ ഒരു ക്രൈസിസ് ഡെവലപ്പ് ആകുന്നത്. നമ്മൾ ഹിസ്റ്ററി പുറകോട്ട് നോക്കുകയാണെങ്കിൽ 1995-96 കാലഘട്ടങ്ങളിൽ നമ്മുടെ ബിൽ ക്ലിന്റൺ ഉണ്ടായിരുന്ന സമയത്ത് പോലും 2 തവണ ഉണ്ടായി. എന്നാൽ എടുത്തു പറയേണ്ട കാര്യം അത് 2 ദിവസവും അല്ലെ 16 ദിവസവും ഒക്കെ ആയിട്ട് നിന്നു എന്നുള്ളതായിരുന്നു. അപ്പോൾ ഓർക്കണം, ബിൽ ക്ലിന്റന്റെ സമയത്ത് അമേരിക്കയിലെ ഡെഫിഷ്യറ്റ് ഇല്ലായിരുന്നു, സർപ്ലസ് ആയിരുന്നു എന്നാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അപ്പോൾ അതിനുശേഷം ഏകദേശം 6 തവണയാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ദീർഘകാലഘട്ടത്തിലേക്ക് ഇത് ബാധിച്ചിരിക്കുന്നത് 2017-18 സമയത്താണ്. അന്നും പ്രസിഡന്റ് ട്രംപ് ആയിരുന്നു കാരണം അദ്ദേഹവുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഭയങ്കര ഒരു യുദ്ധമായിട്ടാണ് വരുന്നത്. കാരണം അതിനു മുമ്പ് വരെ ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസും ഒക്കെ അവർ രണ്ടുപേരും ആശയങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തിട്ട് അതിനൊരു മജോറിറ്റി ആയിട്ടുള്ള തീരുമാനമായിട്ട് പൊക്കോണ്ടിരുന്നുവെങ്കിൽ ഇപ്പോൾ പ്യുവർ പാർട്ടിസൺ പൊളിറ്റിക്സ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്ന് ആരും തന്നെ ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് വോട്ട് ചെയ്യാറില്ല, റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് തിരിച്ചു ചെയ്യാറില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇന്ന് കണ്ടത്. 5 വോട്ടിന്റെ ഡെഫിഷ്യറ്റിലാണ് ഇന്ന് ഇത് തോറ്റുപോയത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഇനി ഒരു 18 മിനിറ്റൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഷട്ട് ഡൗൺ തുടങ്ങുകയാണ്. അപ്പം കഴിഞ്ഞ തവണ ഇത് ട്രംപിന്റെ സമയത്ത് നടന്നപ്പോൾ 35 ദിവസം ആയി നീണ്ടുപോയി എന്നുള്ളത് തന്നെയാണ് എല്ലാവരെയും പാനിക് ആക്കുന്നത് എന്നുകൂടി എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഈ സമയത്ത് എന്താണ് ഇവിടെ ഒരു കീറാമുട്ടിയായിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ പറഞ്ഞതിനകത്ത് ഒരു ക്ലാരിറ്റി തരാൻ ആഗ്രഹിക്കുകയാണ്. അത് ഡെമോക്രാറ്റിന്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് മെഡിക്കേഡിന് ഈ 5-6 മാസം മുമ്പ് ഇവിടെ ഒരു ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല് ട്രംപ് ഇവിടെ അവതരിപ്പിച്ചിരുന്നു, അല്ലെ പാസ്സാക്കിയിരുന്നു. അപ്പൊ അതിനകത്ത് ഇതിന്റെ ഒരു വലിയൊരു ആക്ഷേപം വന്നിരുന്നത് മെഡിക്കെയർ അല്ലെങ്കിൽ മെഡിക്കെയ്ഡ് സൈഡിൽ 17 മില്യൺ അമേരിക്കൻസിന്റെ കവറേജ് പോകുന്നു, അല്ലെ ഒബാമ കെയറിന്റെ ഈ ഒരു പീരീഡ് കഴിഞ്ഞു കഴിയുമ്പോൾ എക്സ്റ്റൻഷന് അലോ ചെയ്യുന്നില്ല, അതിനെ ലാപ്സ് ആവാനായിട്ട് അനുവദിക്കുന്നു എന്നുള്ള ഒരു കാര്യത്തിലായിരുന്നു. എന്നാൽ അതിനെ റിപ്പബ്ലിക്കൻ പക്ഷം എതിർത്തുകൊണ്ടിരുന്നത് ഇത് ഇല്ലീഗൽ ഇമിഗ്രൻസിനുള്ള മെഡിക്കൽ ഫെസിലിറ്റി ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നെ വാസ്തവം പറയുവാണെങ്കിൽ അത് ഇല്ലീഗൽസിന് വേണ്ടിയിട്ടുള്ളതല്ല, അമേരിക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ ബെനിഫിറ്റ് തന്നെയാണ് എന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. മെഡിക്കെയ്ഡ് അങ്ങനെയുള്ള സംവിധാനങ്ങളിലുള്ള കട്ടാണ് ഇത് പറയുന്നത്. അപ്പം അതിനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ബാർഗെയിൻ ചിപ്പായിട്ട് ഡെമോക്രാറ്റിക് പാർട്ടി പറയുന്നത്. എന്നാൽ ട്രംപ് എനിക്ക് തോന്നുന്നത് ഇതിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്നത് വേറൊരു ലൈനിൽ പറയുകയാണെങ്കിൽ, കാരണം അദ്ദേഹം ഓർക്കണം, നമ്മൾ അഡ്മിനിസ്ട്രേഷൻ ജനുവരി തുടങ്ങിയപ്പോൾ തന്നെ ഡോജ് ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിൽ ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. ഫെഡറൽ ഗവൺമെന്റ് സൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കി ഒരു അഡ്മിനിസ്ട്രേഷനാണ് ഇത് നിന്ന്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു കാരണം പറഞ്ഞ് ഫെഡറൽ ഗവൺമെന്റിനെ സൈസ് കട്ട് ചെയ്യാനും അവരുടെ ബെനിഫിറ്റുകൾ കട്ടൗട്ട് ചെയ്യാനും ഒരു റീസൺ ആയിട്ട് ട്രംപിന് ഇതിനെ മുതലെടുക്കുമെന്നാണ് എനിക്ക് ഇവിടുന്ന് തോന്നുന്നത്. ഏതായാലും ഇതൊരു തീപാറുന്ന ഒരു ഡിബേറ്റ് ആയിരുന്നു. അതിനൊരു തീരുമാനവുമായിട്ടില്ല, ഇനി ഒരു തീരുമാനം ഉണ്ടാവാനും പോകുന്നില്ല അറ്റ്ലീസ്റ്റ് 1-2 ദിവസത്തേക്ക്. കാരണം വോട്ടിംഗ് കഴിഞ്ഞു, ഇനി ഏകദേശം ഇപ്പോൾ 16 മിനിറ്റൂടെ കഴിഞ്ഞാൽ അമേരിക്ക ഷട്ട് ഡൗൺ ആവുകയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി വരാൻ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഷോർട്ട് ടൈം ആയിരിക്കുമോ ലോങ് ടൈം ആയിരിക്കുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കി കാണേണ്ടത്. പലപ്പോഴും ഇതിനു മുമ്പ് പലതവണയും വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ 6 തവണ പ്രത്യേകിച്ച് പറഞ്ഞെങ്കിലും 5 തവണയും അത് 2 ദിവസവും 3 ദിവസവും 5 ദിവസമൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം ഈ ഫലം പഠിച്ച എംപ്ലോയീസിനൊക്കെ അവർക്ക് നഷ്ടപ്പെട്ട വേതനങ്ങളും കാര്യങ്ങളും പുറകോട്ട് പോയി കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തവണ ട്രംപ് പറയുന്നത് ഒരു ഭീഷണി പറയുന്നത് അവർക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവില്ല, ഇതിനെ ഞാനൊരു പിരിച്ചുവിടലിന് കാരണമാകും, അതിന്റെ ഒരു ബ്ലെയിം ഡെമോക്രാറ്റിക് പാർട്ടിക്ക് കൊടുക്കും, അല്ലെ ഡെമോക്രാറ്റിക് പാർട്ടി ആണ് എന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഏതായാലും ഇതൊരു ക്രൈസിസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രൈസിസ് തീർച്ചയായിട്ടുമാണ്. കാരണം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഓൾറെഡി ക്രൈസിസ് ഉണ്ട്. ട്രംപിന്റെ ടാരിഫും ടാക്സും കാര്യങ്ങളും എല്ലാം ഒരു സൈഡ് നടക്കുന്നു. അതോടൊപ്പം യുക്രൈനും റഷ്യയുമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ പോകുന്നു, അവിടെ പീസ് ഉണ്ടായിട്ടില്ല. ഗാസയും ഹമാസും ഇസ്രായേലുമായിട്ടുള്ള ഫൈറ്റുകൾ നടക്കുന്നു. ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിലും അതിനൊന്നും ഒരു തീരുമാനമായിട്ടില്ല. അപ്പൊ അങ്ങനെ കോംപ്ലക്സ് ആയിട്ടുള്ള പല സിറ്റുവേഷനിൽ നടക്കുന്നതിനകത്ത് വേറൊരു കോംപ്ലക്സ് ശ്രീ സജിമോൻ ആന്റണി, ഇതിലിപ്പോൾ ഈ അമേരിക്കയെ അതിന്റെ മഹത്വത്തിലേക്ക് തിരികെ കൊണ്ടുവരും, അമേരിക്കയെ സാമ്പത്തികമായി കരുപ്പിടിപ്പിക്കും എന്നൊക്കെ ആയിരുന്നല്ലോ ട്രംപ് അവകാശപ്പെട്ടിരുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരം പരിഷ്കാരങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഷട്ട് ഡൗണിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അത് ദിവസങ്ങൾ ആണ് എങ്കിലും അല്ലെങ്കിൽ ആഴ്ചകൾ നീണ്ടു നിൽക്കുന്നുവെങ്കിലും ഒക്കെ അത് സാമ്പത്തികമായി അമേരിക്കയ്ക്ക് ദോഷം ചെയ്യുകയല്ലേ ഉണ്ടാവുക?
ഇതിനെ തീർച്ചയായിട്ടും അതെ. അതിന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയുടെ ഒരു ക്രെഡിബിലിറ്റിയാണ് ഇവിടെ നഷ്ടപ്പെടുന്നത്. അപ്പൊ പറയാൻ കാരണം ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് അവർക്ക് ഇനി യൂസ് ചെയ്യാനുള്ള പൈസയുടെ കാര്യമല്ല ഈ പറയുന്നത്. ഓൾറെഡി അമേരിക്കൻ ഗവൺമെന്റ് യൂസ് ചെയ്ത പൈസയുടെ റീഇംബേഴ്സ്മെന്റ് ആണ് ഈ പറയുന്നത്. അപ്പം വിച്ച് മീൻസ് നാളെ ഒരു കോൺട്രാക്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് വരുമ്പം അമേരിക്കയുടെ ഒരു ക്രെഡിബിലിറ്റി കുറയും എന്നുള്ളതാണ് ഈ ഷട്ട് ഡൗണും കൊണ്ട് പ്രൈമറിലി വരുന്ന ഒരു ഒരു കുറവ്. രണ്ടാമത് ഇതിനകത്തൊരു ഡയറക്റ്റ് ഇമ്പാക്റ്റ് വരുന്നത് ഈ പറയുന്ന സെനറ്റിലോ റിപ്പബ്ലിക്കൻസോ സെനറ്റിലോ കോൺഗ്രസിലോ ഉള്ള അവർക്ക് ആർക്കും ആയിരിക്കില്ല, സാധാരണ ജനങ്ങളാണ്. അപ്പം അവശ്യ സാധനങ്ങൾ അല്ലെങ്കിൽ എമർജൻസി സർവീസ് ഉൾപ്പെടെയോ അത് മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള എല്ലാ സർക്കാർ സേവനങ്ങളെയും ഇത് ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതായത് നാഷണൽ പാർക്കുകളൊക്കെ ക്ലോസ് ആവാം, കാരണം അവിടെ എംപ്ലോയീസ് വരത്തില്ല. വാട്ടർ ഡിപ്പാർട്ട്മെന്റുകൾക്ക് അത് ബാധിക്കാം, ഈവൻ വെറ്ററൻസിന്റെ സർവീസുകളെ ബാധിക്കാം ഇതിനകത്ത്. അപ്പൊ അങ്ങനെ അവശ്യ സർവീസ് അല്ലാത്ത പല ഡിപ്പാർട്ട്മെന്റുകളെയും ഇത് ഡയറക്റ്റ് ആയിട്ട് നാളെ മുതൽ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാലും അഗെയിൻ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, ഷോർട്ട് ടൈം ആയിട്ട് അത് ഒരു 1-2 ദിവസം കൊണ്ട് ഇതിന് പരിഹാരം കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ, ഡെമോക്രാറ്റും റിപ്പബ്ലിക്കൻസും കൂടി ഒരു എഗ്രിമെന്റിൽ വരികയാണെങ്കിൽ ഇതിനൊരു വലിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വരത്തില്ല. ഇന്നൊരു വലിയൊരു ന്യൂസായി നാളെ അത് ഫേഡപ്പ് ആയി പോകും എന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. എന്നാൽ ട്രംപിന്റെ ഒരു ഉന്നം അല്ലെങ്കിൽ ട്രംപിന്റെ സംസാരം കേട്ടിട്ട് അങ്ങനെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം ഹിസ്റ്ററിയും അതാണ് പറയുന്നത്. 2017-18 സമയത്ത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് ഏറ്റവും ലോങ്സ്റ്റ് ഷട്ട് ഡൗൺ അമേരിക്കയിൽ ഉണ്ടായത്, 35 ദിവസമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഈ ഡെമോക്രാറ്റ്സിന്റെ അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻസിന്റെ ഒരു കോപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ റെയറാണ്. അപ്പൊ ഡെമോക്രാറ്റ്സ് അവർ ഒരു പാനലായിട്ട് ഒരു സൈഡിൽ നിൽക്കുന്നു, റിപ്പബ്ലിക്കൻസ് ഒരു പാനലായിട്ട് വേറൊരു സൈഡിൽ നിൽക്കുന്നു. അപ്പൊ അവരെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു പോകാനുള്ള ഒരു ശ്രമവും ലീഡർഷിപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതായിട്ട് ഇവിടെ കാണുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, ഡെമോക്രാറ്റ്സ് ഇപ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ട്രംപ് പറഞ്ഞത് അമേരിക്കയുടെ ഫെഡറൽ ഡെഫിഷ്യൻസ് 30 ട്രില്യൺ ആയിരുന്നുവെങ്കിൽ അതിനെ കുറയ്ക്കും എന്നായിരുന്നു പറഞ്ഞത്. എന്നാൽ അമേരിക്കയുടെ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇപ്പം നമ്മൾ സെപ്റ്റംബർ 4 ഡേറ്റ എടുത്ത് നോക്കുകയാണെങ്കിൽ അമേരിക്കയുടെ ഡെഫിഷ്യറ്റ് 30 അല്ലെങ്കിൽ 32 നിന്ന് 37 ട്രില്യൺ ആയി കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഡെമോക്രാറ്റ്സ് പറയുന്ന ട്രംപിന്റെ പോളിസിയുടെ എല്ലാം അദ്ദേഹം പറയുന്നത് ശരിയല്ല, അദ്ദേഹം ഒരു ഹിപ്പോക്രസിയാണ് പറയുന്നത്. കാരണം റിപ്പബ്ലിക്കൻസ് എന്ന് പറയുന്നത് ഫിസിക്കൽ കൺസർവേറ്റീവ്സും അവരുടെ ഒരു കാതലായ ഒരു പോളിസിയാണ്. ആ ഒരു പോളിസിയിൽ നിന്ന് അവർ മാറിപ്പോയി എന്നുള്ളതാണ് ഡെമോക്രാറ്റ്സ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വരും നിമിഷങ്ങൾ വരും മണിക്കൂറുകൾ നമുക്ക് ആശങ്കാജനകമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതെ. യെസ്, ഇതാണ് അമേരിക്കയിലെ സാഹചര്യം. എന്താണ് സംഭവിക്കുക എന്നതിൽ ഇനിയും വ്യക്തത കൈവരേണ്ടതുണ്ട്. എങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യം അമേരിക്കൻ ജനതയെ ബാധിക്കുക എന്നതുൾപ്പെടെയുള്ള വിശദാംശങ്ങൾ ആണ് സജിമോൻ ആന്റണി പങ്കുവച്ചത്. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നത്, ഗാസയിലേക്ക് സഹായങ്ങളുമായി പോകുന്ന 44 കപ്പലുകളുടെ കൂട്ടമായ ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടിലേക്ക് നൽകുന്ന പിന്തുണ പിൻവലിക്കാൻ ഇറ്റലി. ഗാസയിൽ നിന്ന് 150 നോട്ടിക്കൽ മൈൽ മാത്രം അകലെ ചെറു കപ്പലുകൾ എത്തി നിൽക്കെ ഏത് നിമിഷവും ഇസ്രായേൽ ആക്രമണം ഉണ്ടാകും എന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ ആണ് ഫ്ലോട്ടില്ലകൾ യാത്ര നിർത്തണം എന്ന് ഇറ്റലി ആവശ്യപ്പെട്ടത്. എന്നാൽ എന്തു വന്നാലും ഗാസയിൽ സഹായം എത്തിക്കുമെന്ന നിലപാടിൽ ആണ് ഫ്ലോട്ടില്ലകൾ. അതേസമയം ഗാസയിലെ സമാധാന കരാർ അംഗീകരിക്കാൻ ഹമാസിന് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. പലസ്തീൻ അനുകൂല രാജ്യങ്ങളും ട്രംപിന്റെ സമാധാന കരാർ അംഗീകരിച്ചതോടെ ഹമാസിന് മേൽ സമ്മർദ്ദം ഏറുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണനാണ് ചേരുന്നത്. അഭിലാഷ്, 20 നിർദ്ദേശങ്ങൾ ആണ് വൈറ്റ് ഹൗസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് അംഗീകരിക്കുന്നു എന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ഹമാസിന്റെ പ്രതികരണമാണ് ഇതിൽ പ്രധാനപ്പെട്ടതായി മാറാൻ പോകുന്നത്. അതിനിടെയാണല്ലോ ഈ ഗാസയിലേക്കുള്ള സഹായം എത്തിക്കുന്ന കപ്പലുകൾ അതിൻ്റെ പ്രയാണം അവസാനിപ്പിക്കാൻ ഇറ്റലിയുടെ നിർദ്ദേശം വരുന്നത്. എന്താണിപ്പോൾ ഗാസയിൽ സംഭവിക്കുന്നത്? അഭിലാഷ്, ഗാസയെ സംബന്ധിച്ച് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വരും മണിക്കൂറുകളിൽ സംഭവിക്കാനിരിക്കുന്നത്. ഒന്ന്, ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന കരാർ ഹമാസ് അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലാണ് ഏറ്റവും ആകാംക്ഷയോടെ ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നത്. കാരണം ഇസ്രയേലും അതുപോലെ അമേരിക്ക തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട പലസ്തീൻ എതിരായിട്ട് നിൽക്കുന്ന രാജ്യങ്ങളെല്ലാം ഈ സമാധാന കരാർ അംഗീകരിച്ചു കഴിഞ്ഞു. അതുപോലെ പലസ്തീൻ അനുകൂലമായി നിൽക്കുന്ന രാജ്യങ്ങൾ, റഷ്യ അടക്കം മറ്റ് ഫ്രാൻസ്, ഈ ബ്രിട്ടൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ ഈ സമാധാന കരാർ അംഗീകരിച്ചു കഴിഞ്ഞു. ഇനി അംഗീകരിക്കാനുള്ളത് ഹമാസ് മാത്രമാണ്. ഹമാസ് അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ സമാധാന കരാർ അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഗാസയിൽ ഉണ്ടാകും. അതായത് ഗാസ മുഴുവൻ തകർക്കാനായിട്ടുള്ള
പിന്നീടുള്ള നീക്കങ്ങളായിരിക്കും മുന്നോട്ട് പോവുക എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നു. വരുന്ന 4 ദിവസത്തിനുള്ളിൽ ഹമാസിന്റെ നിലപാട് വ്യക്തമാക്കണം, ഇല്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഗാസയിൽ ഉണ്ടാകും എന്നുള്ള ഭീഷണി കൂടിയാണ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒരുപക്ഷെ നെതന്യാഹു ആഗ്രഹിക്കുന്നത് അതുതന്നെയാവും. ഹമാസ് ഈ തരത്തിൽ ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചു കഴിഞ്ഞ ഈ സമാധാന കരാർ അംഗീകരിക്കരുത് എന്നുള്ളത് തന്നെയാവും ഇസ്രായേലും മനസ്സിൽ കരുതുന്നത്. കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ അവരുടെ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് അവിടെ നടപ്പാക്കാൻ കഴിയുള്ളൂ, ഗാസയെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയുള്ളൂ, എന്നിട്ട് അതിൻ്റെ നിയന്ത്രണം ഇസ്രായേലിന് ഏറ്റെടുക്കാൻ കഴിയുള്ളൂ. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ലോകസമ്മർദ്ദം ഇസ്രായേലിന് മുന്നിൽ ഉണ്ടായിരുന്ന ഒരു സമയത്താണ് ഈ ഒരു ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച് സമാധാന കരാർ അംഗീകരിക്കാനായിട്ട് ഇസ്രായേൽ തീരുമാനിച്ചത്. അതിൽ ഗാസയിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന 270ഓളം ബന്ദികളെ തിരിച്ചയക്കുന്നതടക്കം ഒരുപാട് കാര്യങ്ങൾ, ഇസ്രായേലിന് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ കൂടി ആ സമാധാന കരാറിലുണ്ട്. പക്ഷേ ആ കരാർ ഒപ്പുവെക്കാതെ മറ്റു വഴികളില്ലായിരുന്നു. കാരണം UN-ലടക്കം ഇസ്രായേൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സംസാരിക്കാനെത്തിയപ്പോൾ UN പൊതുസഭയിൽ നിന്ന് ആളുകൾ ഇറങ്ങിപ്പോകുന്നതും കൂവുന്നതും അടക്കമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായ ഒരു ഇതിലാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൂടി അമേരിക്കയുടെ 21-ന് സമാധാന കരാർ അംഗീകരിച്ചിരിക്കുന്നത്. അതിൽ ഗാസയെ പുനർനിർമ്മിക്കുന്നതടക്കം, ഗാസയിൽ അറബ് രാജ്യങ്ങളുടെ ഒരു സൈന്യത്തെ കൊണ്ടുവരുന്നതടക്കം, അവരുടെ സഹായത്തോടു കൂടി ഗാസയെ പുനർനിർമ്മിക്കുന്നതടക്കം വലിയ രീതിയിലുള്ള സമാധാനപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഇസ്രായേൽ അംഗീകരിച്ചു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. ഇനി ഹമാസിന്റെ ഭാഗത്ത് നിന്ന് എന്താണ് ഉണ്ടാവുക? ഹമാസ് ഇന്നലെ വൈകുന്നേരം അവർക്ക് ഇത്തരത്തിൽ സമാധാന കരാർ കിട്ടിയതായി അവർ അംഗീകരിച്ചു. അവർക്ക് ഈജിപ്തിലെയും ഖത്തറിലെയും മീഡിയേറ്റേഴ്സാണ് ഇത്തരത്തിൽ സമാധാന കരാർ ഹമാസിന് കൈമാറിയത്. ഇനി അവർ അത് പഠിച്ചതിന് ശേഷം അതിൽ ഒരു പ്രതികരണം ഉണ്ടാവും, ഒഫീഷ്യലായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് അവർ പുറത്തിറക്കും. അവർ അംഗീകരിക്കുകയാണെങ്കിൽ, സമാധാന കരാർ അംഗീകരിക്കുകയാണെങ്കിൽ അടുത്ത മണിക്കൂറുകളിൽ തന്നെ ഗാസയിലെ വെടിനിർത്തൽ അവസാനിക്കും. ഗാസയിലെ ജനങ്ങൾക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളും മരുന്നുകളും എത്തിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയും ചെയ്യും. അഭിലാഷ്, അതേസമയം തന്നെ ഗാസയിലേക്ക് സാധനങ്ങളുമായി, അവർക്ക് വേണ്ട ഗാസയിലെ ജനങ്ങൾക്കുള്ള മരുന്നുകളും ഭക്ഷണങ്ങളുമായി 45ഓളം കപ്പലുകൾ, ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടില്ല എന്നാണ് ഈ കപ്പൽ കൂട്ടങ്ങളെ അറിയപ്പെടുന്നത്, അവർ ഗാസയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗാസയിൽ നിന്ന് 158 നോട്ടിക്കൽ മൈൽ അകലെ മാത്രമാണ് ഇപ്പോൾ ആ കപ്പലുകൾ എത്തി നിൽക്കുന്നത്. എന്നാൽ ഈ കപ്പലുകൾക്ക് ഇറ്റലി, സ്പെയിൻ, അതുപോലെ ടർക്കി, ഈ 3 രാജ്യങ്ങളിലെയും പടക്കപ്പലുകൾ, 2 രാജ്യങ്ങളുടെ പടക്കപ്പലും തുർക്കിയുടെ ഡ്രോണുകളും ഇവർക്ക് ഒരു സുരക്ഷ എന്നോണം കൂടെയുണ്ട്. പക്ഷേ ഏത് നിമിഷവും ഇസ്രായേലിൻ്റെ വലിയൊരു ആക്രമണം ഈ കപ്പലുകൾക്ക് നേരെ ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് ലഭിച്ചതോടെ ഇറ്റലി തങ്ങളുടെ സഹായം പിൻവലിക്കുന്നതായി പ്രഖ്യാപിക്കും ഉണ്ടായത്. എത്രയും പെട്ടെന്ന് തന്നെ കപ്പലുകൾ, ഗാസയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന കപ്പലുകൾ തിരിച്ചു പോകണമെന്നുള്ളതാണ് ഇറ്റലിയിൽ നിന്നുള്ള വിവരം. ഇറ്റലിയിൽ നിന്ന് ആവശ്യപ്പെട്ട് എത്തിയത്. എന്നാൽ ഒരു തരത്തിലും തങ്ങളുടെ ഉദ്യമത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടില്ല പറയുന്നത്. അവർക്ക് ഏത് സാഹചര്യങ്ങൾ തരണം ചെയ്തിട്ടായാലും ഗാസയിലേക്ക് സഹായം എത്തിക്കും എന്നുള്ളതാണ് അവരുടെ നിലപാട്. ഇതിൽ ഇറ്റലി അവരുടെ കപ്പലുകൾ എത്രയും വേഗം തിരിച്ചു വിളിക്കും എന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം ഗ്രറ്റ തുൻബർഗ് അടക്കം, നെൽസൺ മണ്ടേലയുടെ കൊച്ചുമോൻ അടക്കം ഒരുപാട് വലിയ ആളുകൾ ഈ കപ്പലുകളിലുണ്ട്, ഗാസയിലേക്ക് പോകുന്നുണ്ട്. അവരുടെ ജീവന ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഇത്തരത്തിൽ ഫ്ലോട്ടിലുകൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു സമാധാന കരാർ അത് ഇല്ലാണ്ടായി പോകുമോ, കാര്യങ്ങൾ കൂടുതൽ വഷളാകുമോ എന്നുള്ള തരത്തിലുള്ള ഭയം ഇറ്റലി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്, ആശങ്കകൾ ഇറ്റലി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ പ്രകോപനത്തിന് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗാസയിലേക്ക് പോകുന്ന കപ്പലുകൾ തിരിച്ച് വിളിക്കണമെന്ന് ഇറ്റലി ആവശ്യപ്പെടുന്നത്. ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇസ്രായേൽ ഏത് രീതിയിലും ഗാസയിലേക്ക് എത്തുന്ന സാധനങ്ങൾ തടയുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഫ്ലോട്ടിലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു. കാരണം ഇതിൽ ഇസ്രായേൽ പറയുന്ന കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ പോകുന്നത് ഗാസയിലെ ജനങ്ങൾക്കുള്ള സഹായങ്ങളല്ല, പകരം ഹമാസിൻ്റെ ആളുകൾക്ക് വേണ്ടി പോകുന്ന സഹായങ്ങളാണ്. ഈ ഭക്ഷണവും മരുന്നുകളുമെല്ലാം ഹമാസിൻ്റെ ആളുകളിലേക്കായിരിക്കും എത്തിച്ചേരുക. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഈ കപ്പലുകൾ, ഈ ഫ്ലോട്ടിലുകൾ, ഈ 45 ഫ്ലോട്ടില്ലകളും ഗാസ തീരം തൊടാൻ അനുവദിക്കില്ല എന്നുള്ള കൃത്യമായ മുന്നറിയിപ്പ് ഇസ്രായേൽ നൽകി കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിലാണ് ഗാസൻ തീരത്തോട് ഈ കപ്പലുകൾ അടുക്കും തോറും ഇതിലേക്ക് ഒരു ആക്രമണത്തിനുള്ള സാധ്യത ഏറുന്ന ഒരു സാഹചര്യത്തിലാണ്. ഒരുപാട് വലിയ ആളുകൾ, അതിൽ പാർലമെന്റേറിയൻസ് അടക്കമുള്ള കപ്പലുകളായതിനാൽ അത് പിന്നീട് ലോകരാജ്യങ്ങളുടെ ഒരു വലിയ രീതിയിലുള്ള ഒരു സമാധാന പ്രശ്നത്തിലേക്ക് വരെ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇറ്റാലി ഇത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്.
കപ്പലുകൾ എവിടെയാണോ എത്തിയത് അവിടെ നിന്ന് തിരിച്ചു വരണം എന്നുള്ളതാണ് ഇറ്റലിയുടെ ആവശ്യം. എന്നാൽ ഒരു തരത്തിലും തിരിച്ചു പോകില്ല എന്നുള്ള നിലപാടിലേക്ക് ഫ്ലോട്ടിലുകൾ എത്തിയിരിക്കുന്നു. എന്തായാലും ഈ ഫ്ലോട്ടിലുകൾ ഗാസയിലേക്ക് അടുക്കും തോറും ഗാസയിലെ കാര്യങ്ങൾ അവിടെ എന്താണ് സംഭവിക്കുക, ഇനി ഒരു ആക്രമണം ഉണ്ടാവാനുള്ള സാധ്യത ഏറി വരുന്നൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങളടക്കം ഈ ഫ്ലോട്ടില്ലയുടെ കാര്യത്തിലടക്കം വലിയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. എന്തായാലും ഗാസയുടെ ഭാവി എന്ത് എന്നത് ഇനിയും കാത്തിരുന്ന് തന്നെ കാണാം. വാണിജ്യ സിലിണ്ടറിന് വില കൂട്ടിയിരിക്കുന്നു. 15 രൂപ 50 പൈസയാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഡൽഹിയിൽ 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടർ വില 1595.5 രൂപയായി. കൊൽക്കത്ത, ചെന്നൈ എന്നിവിടങ്ങളിൽ 1754 രൂപയാണ് വാണിജ്യ സിലിണ്ടറിന്റെ വില. 16 രൂപയുടെ വർധനവ് ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള 16 രൂപയുടെ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. അതേസമയം ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. സെപ്റ്റംബർ 1 വാണിജ്യ സിലിണ്ടറിന്റെ വില കുത്തനെ കുറഞ്ഞിരുന്നു. സിലിണ്ടറിന് 50 രൂപ 50 പൈസയാണ് അന്ന് കുറഞ്ഞത്. ഇടവേള. കൊല്ലൂരിൽ വാഗ്ദേവതയുടെ സന്നിധിയിൽ വൻ ഭക്തജന തിരക്കാണ് 2 ദിവസമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തിരക്ക് കണക്കിലെടുത്തുള്ള ക്രമീകരണങ്ങളെല്ലാം അവിടെ ഒരുക്കിയിട്ടുണ്ട്. ബൈന്ദൂർ, ഉടുപ്പി ഭാഗങ്ങളിൽ നിന്ന് പ്രത്യേകം ബസ് സർവീസുകൾ നടത്തുന്നുണ്ട്. ഡോക്ടർമാർ അടങ്ങുന്ന മെഡിക്കൽ ക്യാമ്പ്, ഭക്തർക്കുള്ള അന്നദാനം എന്നിങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെയാണ് വിജയദശമി. രാവിലെ 3 മണിയോടുകൂടി തന്നെ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കും. കൊല്ലൂരിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രനും ഭവ്യ പാർവതിയുമാണ് തത്സമയം ചേരുന്നത്. രഞ്ജിത്ത്, ഭവ്യ, കഴിഞ്ഞ ദിവസങ്ങളിലടക്കം വലിയ തിരക്കാണ് കൊല്ലൂരിൽ അനുഭവപ്പെടുന്നത്. ഇനിയിപ്പോൾ അത് മൂർധന്യാവസ്ഥയിലേക്ക് എത്തുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. രാവിലെ അവിടെ എങ്ങനെയാണ് ഭക്തജന തിരക്ക്? എന്തൊക്കെയാണ് അവരുടെ പ്രതികരണങ്ങൾ? അതാണ് വലിയ തിരക്ക്. അതായത് രാവിലെ 3 മണിക്ക് നട തുറന്ന സമയം മുതൽ വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്, കൊല്ലൂരിൽ അനുഭവപ്പെടുന്നത്. ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അഭിലാഷ്, തിരക്കിന് യാതൊരു കുറവുമില്ല. ഇവിടെ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന നമ്മുടെ മലയാളികളായ ഒരുപാട് ആളുകൾ ദർശനത്തിനായി രാവിലെ മുതൽ ഇവിടെ ക്യൂ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ കാലാവസ്ഥ അത്ര അനുകൂലമല്ല, കാരണം ശക്തമായ മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഇന്നലെ മുതൽ തന്നെ മഴയുണ്ട്. പക്ഷേ ഈ മഴയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഈ ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുകയും ദേവിയെ കണ്ടു മടങ്ങുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഈ ചില സമയങ്ങളിൽ ഓരോ അരമണിക്കൂർ 1 മണിക്കൂർ കൂടുമ്പോൾ പൂജയ്ക്കായി നട അടയ്ക്കാറുണ്ട്. ഇപ്പോൾ നട അടച്ചിരിക്കുകയാണ്. ഇനി 10 മിനിറ്റ് കഴിഞ്ഞായിരിക്കും നട തുറക്കുക. പക്ഷേ വളരെ ക്ഷമയോടെ ഭക്തിയോടെ ദേവിയെ കണ്ട് മടങ്ങുക എന്ന ലക്ഷ്യം മാത്രം മുന്നിൽ നിന്ന് വെച്ചുകൊണ്ടുള്ള ദർശനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ കാണുന്ന ഈ ചുറ്റും കാണുന്നതൊക്കെ വലിയ വലിയ ക്യൂകളാണ് ഉള്ളത്. നമുക്കറിയാം ഒരുപാട് ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അവർ ഒക്കെ ദേവിയെ കണ്ട് മടങ്ങുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ക്യാമ്പ് ചെയ്ത് 2 ദിവസം നിന്ന് നവരാത്രി പൂജകൾ മൊത്തം തൊഴുത് മടങ്ങുന്ന ആളുകളും ഉണ്ട്. ഒപ്പം ഇന്നും നാളെയും മാത്രം നിൽക്കുന്ന ആളുകളും ഒക്കെ ഉണ്ട്. 10 ദിവസവും ഇവിടെ താമസിച്ച് ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ പങ്കെടുക്കുന്നവരൊക്കെ ഉണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരുണ്ട്, മലയാളികളായ ആളുകൾ ഒരുപാട് പേരുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലേ ഭവ്യ? തീർച്ചയായും അത് തന്നെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് അഭിലാഷ്. അത് പുഷ്പരഥോത്സവമാണ്. ഈ നവരാത്രി നാളുകളിൽ മൂകാംബികയിലെത്തി വിദ്യാരംഭത്തിനും രഥോത്സവത്തിനും ഒക്കെ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഭക്തർ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണ് ഈ തിരക്ക് നമ്മൾ ഇവിടെ കാണുന്നത്. പുഷ്പാലങ്കൃതമായ രഥത്തിൽ ദേവിയെ എഴുന്നള്ളിക്കും. മണിക്കൂറുകൾ കൊണ്ടാണ് ആ രഥം മനോഹരമായി പുഷ്പാലങ്കൃതമാക്കി. നമ്മൾ നേരത്തെ ആ രഥത്തിന്റെ ചിത്രമൊക്കെ രഥത്തിനെയൊക്കെ വളരെ വ്യക്തമായി കാണിച്ചിരുന്നു. ഈ ക്ഷേത്രത്തിനുള്ളിൽ ശ്രീകോവിലിൽ 3 തവണ രഥത്തിൽ ദേവി എഴുന്നള്ളുമ്പോൾ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഭക്തരെ സംബന്ധിച്ച് വലിയ പുണ്യമായിട്ടാണ് അവർ കരുതുന്നത്. ഈ രഥത്തിൽ നിന്നും നാണയത്തുട്ടുകൾ പൂജാരിമാർ ഭക്തർക്ക് എറിഞ്ഞു നൽകുമ്പോൾ അത് സ്വീകരിക്കാനായി കാത്തു നിൽക്കുന്ന ഭക്തരുടെ കാഴ്ചയും അതൊരു ഭക്തി നിർഭരമാണ്. വലിയ സുന്ദരമായ കാഴ്ചയാണ്. കൈകൾ ഉയർത്തി ആ നാണയത്തുട്ടുകൾ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്നവരുടെ ഒരു കാഴ്ചയുണ്ട്. അത് കൃത്യം 1:15 നമുക്ക് പ്രേക്ഷകരെ കാണിക്കാൻ സാധിക്കും. ഇപ്പോൾ ഇതാ വലിയ തിരക്കാണ്. രാവിലെ മുതൽ ഇവിടെ വലിയ മഴയായിരുന്നു. ഇപ്പോൾ ആ മഴ ചെറുതായിട്ടൊന്ന് മാറി നിൽക്കുന്നുണ്ട്. ഈ ആളുകൾ നമുക്ക് കാണാം. ഈ ക്യൂ എന്ന് പറയുന്നത് തുടക്കം ക്ഷേത്രത്തിന്റെ പുറത്ത് നിന്ന് തുടങ്ങുന്ന ക്യൂ ആണ്. മണിക്കൂറുകളായി കാത്തു നിൽക്കുന്ന ആളുകളാണ്. ഇതെല്ലാം ഭക്തിസാന്ദ്രമാണ് കൊല്ലൂർ എന്ന് തന്നെ പറയും. ഇവിടെ ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമായി മഹാനവമി ദിവസം ദേവിയെ കണ്ട് തൊഴാൻ വന്ന ആളുകളാണ്. കൂടുതലും മലയാളികളാണ് ഉള്ളത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. 90% ഇവിടേക്ക് എത്തുന്നത് മലയാളികൾ തന്നെയാണ്. അവർ മണിക്കൂറുകളായി കാത്തു നിൽക്കുകയാണ്. ഈ
ഭക്തി മാത്രമാണ് ഇവിടെ ഉള്ളത് എന്ന് തോന്നിപ്പോകും. നാളെയാണ് വിജയദശമി നടക്കാൻ പോകുന്നത്. ആ വിജയദശമിയിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് കുരുന്നുകളാണ് മൂകാംബിക ദേവിയുടെ മുൻപിൽ നിന്ന് ആദ്യാക്ഷരം കുറിക്കാൻ പോകുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ എല്ലാ ദിവസവും ആദ്യാക്ഷരം കുറിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മറ്റ് ക്ഷേത്രങ്ങളിലൊന്നും അതുണ്ടാവില്ല. പക്ഷേ ഇവിടെ എല്ലാ ദിവസവും നവരാത്രിയാണ്. എല്ലാ ദിവസവും ഇവിടെ കുഞ്ഞുങ്ങൾക്ക് പ്രായഭേദമന്യേ ഇന്നിപ്പോൾ മഹാനവമി നാളായിട്ട് പോലും പ്രായഭേദമന്യേ ആളുകൾ അവിടെ വന്നിരുന്ന അക്ഷരം കുറിക്കുന്നത് 3 വയസ്സുള്ള കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ഹരിശ്രീ കുറിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ അവിടെ യാതൊരു പ്രായഭേദവുമില്ല. ആർക്കും അക്ഷരം കുറിക്കാം, ആദ്യാക്ഷരം കുറിക്കാം, ഹരിശ്രീ കുറിക്കാം എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. അങ്ങനെ ദേവിയെ മാത്രം ഭജിച്ച് മൂകാംബിക അമ്മയെ ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകളാണ്. അഭൂതപൂർവമായ തിരക്ക് എന്ന് തന്നെ പറയാം. പക്ഷെ അപ്പോൾ പോലും കഴിഞ്ഞ വർഷത്തേക്കാൾ ക്രമീകരണങ്ങളിൽ ഒരുപാട് മാറ്റമുണ്ട്. നല്ല രീതിയിൽ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ലളിതാ സഹസ്രനാമങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ട് ജപിച്ചുകൊണ്ട് ദേവിയെ കാണാനുള്ള കാത്തിരിപ്പാണ്. അത് മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പാണ്. ഞങ്ങളിപ്പോൾ ക്ഷേത്രത്തിന്റെ പുറക് വശത്തേക്ക് ഇങ്ങനെ നടക്കുകയായിരുന്നു. ഇവിടെ നമുക്ക് പ്രായമായ അമ്മമാരെ കാണാം, സഹോദരിമാരുണ്ട്, കുട്ടികളുണ്ട്. അവരൊക്കെ ക്യൂ നിന്ന് മടുത്ത കുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കും. അത്രമാത്രം ആളുകളാണ്. നാളെ ഏറ്റവും കൂടുതൽ നമുക്ക് കുരുന്നുകൾ രാവിലെ 3 മണിക്കാണ് നമ്മൾ ട്രസ്റ്റിയോട് സംസാരിച്ചു, തന്ത്രിയോട് സംസാരിച്ചു. 3 മണിക്കാണ് അക്ഷരം കുറിക്കുന്ന ചടങ്ങുകൾ, വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കുക എന്നുള്ളതാണ്. അതിനൊക്കെ ഇപ്പോൾ തന്നെ ആളുകൾ പല സ്ഥലങ്ങളിലായി ക്യാമ്പ് ചെയ്ത് കുഞ്ഞുങ്ങളടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. രാവിലെ 3 മണി മുതൽ 12:30 വരെയാണ് വിശിഷ്ടമായ ആ ചടങ്ങ് നടക്കുക. ഇവിടെ അക്ഷരം കുറിക്കുക എന്നുള്ളത് ഒരുപാട് ആളുകളുടെ, ഒരുപാട് മാതാപിതാക്കളുടെ സ്വപ്ന സാഫല്യമാണ്. തന്റെ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് ആദ്യാക്ഷരം കുറിപ്പിക്കുക എന്നുള്ളത്. അതിനുള്ള സന്തോഷത്തോടു കൂടി എല്ലാവരും ഇവിടെ വന്ന് നിൽക്കുന്നു, ഇന്ന് ദർശനം നടത്തുന്നു, നാളെ രാവിലെ ആദ്യാക്ഷരം കുറിക്കുന്നു, സംതൃപ്തിയോടെ മടങ്ങുന്നു. എല്ലാ ക്രമീകരണവും, വളരെ വിപുലമായ ക്രമീകരണങ്ങളുണ്ട്. നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഭക്തജനങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ലാതെ ക്യൂ നിൽക്കേണ്ടി വരും, സ്വാഭാവികമാണ്. ഇത്ര വലിയ തിരക്ക് വരുമ്പോൾ ക്യൂ നിന്ന് തൊഴേണ്ടി വരും. പക്ഷെ അതിന് യാതൊരു പ്രശ്നവുമില്ലാതെ കേരളത്തിന്റെ, രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. അവരോട് ചോദിക്കാം. എവിടുന്നാ വരുന്നത് ചേച്ചി? വടകര. ആദ്യമായിട്ടാണോ വരുന്നത്? ആദ്യമായിട്ടാണ് വരുന്നത്. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? എങ്ങനെയുണ്ട്? രഥോത്സവം കാണാനുള്ള തയ്യാറെടുപ്പാണ്. ഇപ്പോഴേ കാത്തു നിൽക്കുക അല്ലേ? 1:15 അതെ. കുടജാത്രയിലൊക്കെ പോയോ? ഇല്ല ഇല്ല, പോവാണല്ലോ. പോണെന്നുണ്ടോ? കഴിഞ്ഞിട്ട് പോണം. എങ്ങനെയുണ്ട്? തിരക്ക് എങ്ങനെയുണ്ട്? നല്ല തിരക്കാ. രാവിലെ 3 മണിക്ക് വന്നിട്ടാണ് തൊഴുതിട്ട് ഇറങ്ങി. ഈ താമസത്തിനൊക്കെ റൂമൊക്കെ കിട്ടി? ആ, റൂമൊക്കെ കിട്ടി. ബുദ്ധിമുട്ടൊന്നും ഇല്ല? ഇല്ല, ക്യൂ നിൽക്കണമെന്നേ ഉള്ളൂ. ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അമ്മയുടെ പേരെന്താ? നടത്തിയത് എവിടുന്നാ വരുന്നേ? ബാക്കി. ആഹാ, കണ്ടിട്ട് കുറേ വർഷങ്ങളായിട്ട് ഇവിടെ വരുന്ന ആളാന്ന് തോന്നുന്നല്ലോ. ആ, അതാണ് കണ്ടുപിടിച്ച കണ്ടില്ലേ? എന്താ അമ്മയുടെ പേരെന്താ? ചെതി. കുടജാതിലൊക്കെ പോയാലോ? ഇരുന്ന് ക്ഷീണിച്ചോ? ഇത്തവണ പോകുന്നുണ്ടോ? ഇത്തവണ പോകുന്നുണ്ടോ? ക്യൂ നിന്ന് മടുത്തോ? ഇല്ല, മടുപ്പൊന്നും ഇല്ല. ഇല്ല അല്ലേ? എല്ലാം അമ്മയെ അർപ്പിച്ചിരിക്കുവോ? 17 കൊല്ലായി വരുന്നുണ്ട്. എല്ലാ വർഷവും വരും അല്ലേ? എല്ലാ വർഷം. ഇക്കൊല്ലം ഇപ്പം 4 കൊല്ലായി വർഷം വരാതെ. കാലിന്റെ മുട്ടിന് പ്രശ്നമായിട്ട് ഇപ്പൊ ഒന്നുമില്ല, എല്ലാം സുഖമായി. എല്ലാം ശരിയാക്കി തന്നു അമ്മ. ഓപ്പറേഷൻ ചെയ്തത് 2 കാലും. സുഖമായിരിക്കട്ടെ. അതാണ്. ചേട്ടന്റെ പേരെന്താ? സുഷീർ. എവിടുന്നാ വരുന്നേ? തൃശ്ശൂര്. കുറെ നേരമായോ ക്യൂ നിൽക്കുന്നു? എങ്ങനെയുണ്ട്? നല്ല തിരക്കുണ്ടോ? സാധാരണ ഉണ്ടാവുന്നതിനേക്കാളും കൂടുതലാണോ അല്ലെങ്കിൽ കുറവാണോ? ഞാൻ ആദ്യമായിട്ടാണ് ഈ മഹാനവമിക്ക് വരുന്നത്. ബാക്കി വരുമ്പോഴത്തേക്കാളും തിരക്കുണ്ട്. ഉണ്ട്. അപ്പം സാധാരണ ഉണ്ടാകുന്നതിനേക്കാൾ തിരക്കാണെന്നാണ്. പക്ഷെ ഇന്നത്തേക്കാൾ തിരക്ക് ഒരു പക്ഷേ നാളെ പ്രതീക്ഷിക്കേണ്ടി വരും രഞ്ജിത്ത്. കാരണം നാളെ വിജയദശമിയാണ്. കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തേണ്ട ദിവസമാണ്. പൂജ എടുക്കുന്ന ദിവസമാണ്. ഇന്നലെ എന്തായാലും അക്ഷരങ്ങളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കുട്ടികളെല്ലാവരും പുസ്തകങ്ങളുമായി, മുതിർന്നവരാണെങ്കിൽ ആയുധങ്ങളും അവരുടെ കലാ ഉപകരണങ്ങളും ഒക്കെ പൂജയ്ക്ക് വെച്ചിരിക്കുകയാണ്. അത് നാളെ എടുക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും നാളെ ഇതിനേക്കാൾ തിരക്ക് നമ്മൾ പ്രതീക്ഷിക്കണം. ഉറപ്പായും. അതിനുള്ള ഇപ്പോൾ തന്നെ നമുക്ക് ഈ മഹാദേവ ദിവസം തന്നെ വലിയ തിരക്കുണ്ട്. നാളെയും അത് ഉണ്ടാവും. ഇന്ന് എനിക്ക് തോന്നുന്നു മുഴുവൻ സമയവും നട ദർശനത്തിനായി ഉണ്ടാവും. അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു അമ്മ നോക്കുന്നുണ്ട്. അമ്മയുടെ പേരെന്താ? അമ്മ എവിടുന്നാ വരുന്നേ? കണ്ണൂർ. കണ്ണൂരിനാണ്. അമ്മയുടെ മൂകാംബിക അമ്മയുടെ ഭക്തിയാണോ? എല്ലായിടത്തിലും പോവാറുണ്ടോ? ഇവിടെ വന്നിട്ട് കുടജാതിരിയൊക്കെ പോവോ? പോക്കുണ്ട്. ഇപ്പം കുറച്ച് വയ്യാതുകൊണ്ട് അങ്ങനെ പോവാറ്. ഇങ്ങനെയൊന്നും വയ്യേക്കൊന്നും തോന്നില്ലല്ലോ. കണ്ടിട്ട് ആള് ഭയങ്കര എനർജറ്റിക്കാണ്. എത്ര വയസ്സായി? 70 അടുത്ത മാസം. അടുത്ത മാസം ആവത്തുള്ളൂ. അപ്പം ബിലേറ്റ് അല്ല, എന്താ ബിഫോറോ എന്താ പറയണ്ടേ? ഒരു ആശംസ പറഞ്ഞു. ആശംസ പറയാ. എന്താ പേര്? ശൈലജ. എവിടുന്നാ വരുന്നേ? മാഹി. മാഹി. മോന്റെ പേരെന്താ? പ്രത്യുഷ്. പ്രത്യുഷ്, നല്ല പേരാണല്ലോ. പ്രത്യുഷ് മാഹിന്നാണോ? എത്രയിലാ പഠിക്കുന്നേ? 5. 5ാം ക്ലാസ്സിലാണ്.
ക്യൂ നിന്നോ? വീഡിയോ കളിക്കുവാണോ? അതാണല്ലേ, അതിൻ്റെ ഇടയിൽ അതിനുള്ള പണിയുണ്ട്. ഇതാ ഇവിടെ എല്ലാവരും നാമജപങ്ങളിലാണ്, അവരെ നമ്മൾ ശല്യം ചെയ്യുന്നില്ല. എന്തായാലും വലിയ തിരക്കാണ്, നമുക്ക് കാണാൻ സാധിക്കും. അഭിലാഷ്, വലിയ ക്യൂ ആണ്. ഇതാ കുറെ അമ്മമാരുണ്ട്. ഇവിടെ ചെറിയൊരാളുണ്ടല്ലോ, എന്താ പേര്? എവിടുന്നാ നിങ്ങൾ വരുന്നത്? തിരക്ക് എങ്ങനെയുണ്ട്? നല്ല തിരക്കാണ്. ഞങ്ങൾ ആദ്യത്തെ യാത്രയാണ് ഞങ്ങളുടെ. ആദ്യമായിട്ടാണ് വരുന്നത്. കുഞ്ഞിനെ എഴുതിപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ. അപ്പം അതിനായിട്ട് വന്നാണ്. നാളെ നാളെയാണോ അല്ലേ ഇന്ന് ചെയ്യുന്നത്? നാളെയാണ് എഴുത്തിനെടുത്തത്. ഇവിടെ അങ്ങനെയല്ലേ, ഇവിടെ എല്ലാ ദിവസവും എഴുത്തിനെടുത്താൻ പറ്റും, അതുകൊണ്ട് അങ്ങനെ ചോദിച്ചു. ഞങ്ങളെ നാട്ടിലെ വിജയദശമിക്കല്ലേ ഇരുത്തുന്നത്, അതുകൊണ്ട് ഞങ്ങള് ഇന്ന് നാളത്തേക്ക്. ഇത്ര തിരക്ക് പ്രതീക്ഷിച്ചിരുന്നു ആദ്യമായിട്ട് വരുമ്പോ? തിരക്കായിരിക്കും എന്ന് മൊത്തത്തിൽ പറഞ്ഞിരുന്നു. എന്നാലും അമ്മയുടെ അനുഗ്രഹം തൊഴുകാൻ പറ്റി, ഞങ്ങൾക്ക് റൂം കിട്ടി, അതെല്ലാം ഒരു അനുഗ്രഹമായിട്ട്. സാധാരണ ഇവിടെ ഭയങ്കര തിരക്കാന്ന് പറയുന്നു റൂമൊക്കെ കിട്ടും, അപ്പൊ എല്ലാം കിട്ടി, ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. ചേച്ചി എവിടുന്നാ? ഒരുമിച്ച് വരുവാണ്? ഒരുമിച്ച് വരെയാണ്. അപ്പൊ ഇതാ എല്ലാവരും ഒരുമിച്ച് വരുന്ന ആളുകളാണ്. അങ്ങനത്തെ കുറെ ആളുകളുണ്ട്. നേരത്തെ നമ്മളൊരു പാലക്കാടൻ അയ്യോ അതാ ചോദിക്കാം ചേട്ടൻ എവിടുന്നാ? അറിയാവോ? പിന്നെ ഞാൻ കോഴിക്കോടാ. മാഹി അറിയാതിരിക്കും? മാഹി അറിയാത്ത ആരുമില്ല. നമ്മൾ 2 മാസം ഇവിടെ വന്നിട്ട് 2-3 ദിവസം ഇവിടെയല്ല, നമ്മളിവിടെ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതിനുശേഷം ധർമ്മസ്ഥലം പോയി. ധർമ്മസ്ഥലിൽ പോയി. അവിടെ നേരെ ഇവിടെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞായിരുന്നോ? അതെല്ലാം ഇല്ലാ കഥകൾ ഉണ്ടാക്കുന്നില്ലേ, നമ്മളെ നശിപ്പിക്കേണ്ടിട്ട്, ഹിന്ദുക്കളെ നശിപ്പിക്കേണ്ടിട്ട്, ഹിന്ദുക്കളെ എല്ലാ സ്ഥാപനങ്ങളും നശിപ്പിക്കേണ്ടിട്ടില്ല ചില ആൾക്കാർ മെനഞ്ഞെടുത്ത കഥകളാ. പക്ഷെ അതിപ്പോ അറിയാലോ, നമുക്ക് ഒന്നുമില്ലല്ലോ, എല്ലാം പാളിപ്പോയില്ലേ. തിരക്കുണ്ടോ? എങ്ങനെയുണ്ട് ധർമ്മസ്ഥലി? തിരക്ക് കുറവാണ്, നമ്മൾ പോയ സമയത്ത് തിരക്ക് കുറവാണ്. ഇവിടെ ഭയങ്കര തിരക്കാണ്. പ്രതീക്ഷിച്ചിരുന്നു ഈ തിരക്ക്? പ്രതീക്ഷിച്ചല്ലോ, പ്രതീക്ഷിച്ചിരുന്നു. പിന്നെ നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ ഈ രഥോത്സവം കാണാൻ ആദ്യമായിട്ട് വരുന്നത്, അതുകൊണ്ടാണ് ഇവിടെ വന്ന ആളുകൾക്കൊക്കെ ഉദ്ദേശം രഥോത്സവമായിരിക്കും. ആയിരിക്കും. അതിനാണല്ലോ ഈ സമയം വരുന്നത് എല്ലാവരും. അറിയാതെ ഇങ്ങനൊരു രഥോത്സവം ഉണ്ടെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ദേവിയെ പുറത്തെഴുന്നള്ളിക്കുകയാണ്. കുഞ്ഞിനെ നാളെ എഴുതിപ്പിക്കണം. അതിന് ട്രെയിൻ സൗകര്യം ഇന്നലെ കിട്ടിയതുകൊണ്ട് ഇന്നലെ ഇവിടെ തന്നെ എഴുതിപ്പിക്കണം എന്നായിരുന്നോ ആഗ്രഹം? അല്ല, അതിന് നേരത്തെ മേഡം പറഞ്ഞ പോലെ ഇവിടെ ഇന്നേ ദിവസം ഒന്നുമില്ല, ഇവിടെ എല്ലാ ദിവസവും അന്നദാനത്തിന്റെ ഭാഗമായിട്ടാണോ? അന്നദാനത്തിന്റെ ഭാഗമായിട്ടാണ് ഭക്ഷണമെല്ലാം ഇവിടെ. അതിനൊന്നും ഒരു പ്രശ്നമില്ല, കുഴപ്പമില്ല. എല്ലാ അറേഞ്ച്മെന്റ്സും അതാണ് എനിക്കൊന്നു. ഇപ്പൊ നമ്മൾ ബേളയഭാഗത്ത് കഴിച്ചു നാഷ്ട. പിന്നെ നമ്മൾ 40 വർഷം സർവീസാണ് ഇതേ രഥോത്സവത്തിന്. 40 വർഷമായിട്ട് നമ്മൾ സർവീസാണ്. ഷിമോഗിലായിരുന്നു ആദ്യം. നമ്മൾ പൈസ എറിയാറുണ്ട്, തേര് വലിക്കാറുണ്ട് മുമ്പ് തിരക്കില്ലാ സമയത്ത്. ഇപ്പൊ വയസ്സായതുകൊണ്ട് പിന്നെ അതിന് മെനക്കെടുന്നില്ല. വളരെ ദർശനം എന്ന് പറഞ്ഞാൽ അമ്മ ശരിക്കും പ്രാർത്ഥിച്ച വഴി കാണിച്ചു തരും. അങ്ങനെയില്ല. ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളാണ്. വരുന്ന ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വരുന്നവർ വീണ്ടും വീണ്ടും ഇങ്ങോട്ടേക്ക് എത്തുകയും ദേവിയെ കണ്ടു മടങ്ങുകയും ചെയ്യുക. വർഷങ്ങളോളം മുടങ്ങാതെ വരുന്നവർ, അല്ലെങ്കിൽ ഒരു വർഷം പലതവണ വരുന്നവരുണ്ട്, വർഷങ്ങളോളം ഓരോ തവണയെങ്കിലും മുടങ്ങാതെ വരുന്നവരുണ്ട്. അവർക്കൊക്കെ അവരുടെ പ്രധാനപ്പെട്ട കാര്യം അമ്മയെ കണ്ട് മടങ്ങുക, ആഗ്രഹ പൂർത്തീകരണം നടത്തുക, അതിലൊരു സന്തോഷം കണ്ടെത്തുക എന്നുള്ളതൊക്കെയാണ്. പറഞ്ഞതുപോലെ ചിരിക്കുന്നുണ്ട്. എന്താ പേര്? എന്റെ പേര് ശാലിനി എന്നാണ്. എവിടുന്നാ? ട്രിവാൻഡ്രമാണ്. ഒരുമിച്ച് ടീമായിട്ട് വന്നോ? കോഴിക്കോട്. തിരുവനന്തപുരത്ത് എവിടെയാ? പയ്യന്നൂർ. മൂകാംബിക തീർത്ഥം. യാത്രയുടെ ആണോ? എല്ലാ വർഷവും വരുമോ? എല്ലാ മാസം വരുന്ന ആളുകളാണ്. കഴിഞ്ഞ ആഗസ്റ്റ് വാർഷിക യാത്ര കഴിഞ്ഞു. ഇനി നാളെ 600 വിദ്യാഭവനങ്ങൾക്ക് കിറ്റ് കൊടുക്കുന്നുണ്ട്. പഠനോപകരണങ്ങൾ 1000 ലളിത സഹസ്രം വിതരണം ചെയ്യുന്നുണ്ട് ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട്. ഈ വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള ആളുകൾ ഒരുമിച്ച് ചേർന്ന് ഇങ്ങോട്ട് ഒരു കൂട്ടായ്മയാണല്ലേ? ഒരു കൂട്ടായ്മയാണ്. മൂകാംബിക തീർത്ഥം എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ്. എങ്ങനെയാണ് അവൈലബിൾ അതുപോലെ നമ്മളിവിടെ ശ്രീ മൂകാംബിക തീർത്ഥം എന്നൊരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. അപ്പോൾ ഇവ നമ്മൾ നാളെ ഇവിടെ എഴുത്തിനിരുത്തുന്ന വിദ്യാരംഭത്തിന് വരുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു 600ഓളം കുട്ടികൾക്ക് ഒരു വിദ്യാഭ്യാസ കിറ്റ് കൊടുക്കണം. സാധിക്കില്ല. കാരണം എത്രയോ കാലങ്ങളായിട്ട് ഞാൻ ഈ മൂകാംബിക ക്ഷേത്രത്തിൽ വരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ദൈവനിയോഗം, ദൈവത്തിന് നമ്മളെ കാണണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, ആ സമയത്ത് നമുക്ക് എത്തൂല എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതിവിടെ വരുന്ന എല്ലാവരും പറയുന്നത് അങ്ങനെയാണ്. അതായത് ഇപ്പൊ ഞാൻ പറയാം, ഞാനിപ്പോ കഴിഞ്ഞ ഒരു 1.5 മാസം മുന്നേ നമ്മളെ ഗ്രൂപ്പിന്റെ കൂടെ
പിന്നെ ഇവിടെ വന്ന് അന്ന് ചണ്ഡിക ഹോമം ഉണ്ടായിരുന്നു. അത് ആദ്യത്തെ തവണ വന്നത്. രണ്ടാമത് നവരാത്രിക്ക് വരാൻ പറ്റുമെന്നൊരു വിചാരിച്ചില്ല, പക്ഷെ നവരാത്രിക്ക് ഇവിടെ വരാൻ പറ്റി. അപ്പൊ നടക്കട്ടെ, നിങ്ങളുടെ അടുത്ത മാസം നിങ്ങളുടെ യാത്ര നടക്കട്ടെ. അതെ, അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നല്ലേ? ഇപ്പൊ വീണ്ടും ആളുകളെ ക്യൂ കയറ്റി ക്ഷേത്ര ദർശനത്തിനായി കയറ്റി തുടങ്ങിയിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഒരുപാട് ആളുകൾ ദീർഘനേരമായി കാത്തിരുന്ന ആളുകളാണ് അവിടേക്ക് പോകുന്നത്. അപ്പൊ നമുക്ക് വരും ബുള്ളറ്റിനുകളിലും അല്ലെ, ഇനിയിപ്പോ രഥോത്സവമാണ് പ്രധാനം, അതിലേക്ക് പോകണം. 1:15 മണിക്കാണ്. വരും ബുള്ളറ്റിനുകളിലും വിശദമായി തന്നെ മൂകാംബികയിലെ കാഴ്ചകൾ, ഭക്തരുടെ അനുഭവങ്ങൾ ഞങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവെക്കും. മൂകാംബികയിൽ നിന്ന് ഞങ്ങളുടെ സംഘം, അതിൽ ഭവ്യ പാർവതിയും രഞ്ജിത്ത് രാമചന്ദ്രനുമാണ് വാർത്തകളും വിശേഷങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. മൂകാംബിക ഭക്തി സാന്ദ്രമാണ് എന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വരും വാർത്തകളിലും മൂകാംബികയിൽ നിന്നുള്ള കൂടുതൽ വിശേഷങ്ങൾ പങ്കുവെക്കാം. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. മുൻ മന്ത്രി VS സുനിൽകുമാറിനെ CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടുത്തും. സുനിൽകുമാറിനെ ഉൾപ്പെടുത്താൻ നേതൃത്വത്തെ ധാരണയായി. സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ അംഗസംഖ്യ വർദ്ധിപ്പിക്കും. R ലതാദേവി, KM ദിനകരൻ, TT ജിസ്മോൻ എന്നിവർ എക്സിക്യൂട്ടീവിൽ എത്തും. VV അരുൺ ആണ് ചേരുന്നത്. അരുൺ, സുനിൽകുമാറിനെ CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ യുവാക്കൾക്ക് പ്രാധാന്യം നൽകണമെന്നൊരു ആവശ്യം ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ അങ്ങനെയാണോ പേരുകൾ പരിഗണിക്കപ്പെടുന്നത്? അരുൺ, അഭിലാഷയം അറിയപ്പെടുന്ന K ഇസ്മായിൽ പക്ഷക്കാരനാണ് VS സുനിൽകുമാർ. കഴിഞ്ഞ കുറെ നാളുകളെ കാനം രാജേന്ദ്രൻ പാർട്ടിയിൽ ശക്തനായ ശേഷം സുനിൽകുമാറിനെ നിരന്തരം തഴയുന്നുവെന്ന പരാതി CPIയിലുണ്ട്. ഇത്തവണ പാർട്ടി കോൺഗ്രസ് ചണ്ഡീഗഡ് നടക്കുമ്പോൾ അവിടെ ഒരു സമവായത്തിന്റെ വാതിലുകൾ തുറന്നിട്ടിരുന്നു. പ്രത്യേകിച്ചും K പ്രകാശ് ബാബു, സുനിൽകുമാറിനെ പോലെ തന്നെ തഴയപ്പെടുന്ന മുതിർന്ന നേതാവായിരുന്നു. അദ്ദേഹത്തെ നേരത്തെ പാർട്ടിയുടെ സെക്രട്ടറി ആക്കുമെന്നും ചർച്ചകൾ ഉണ്ടായതാണ്. അദ്ദേഹം രാജ്യസഭാ സീറ്റ് വന്നപ്പോഴും തഴഞ്ഞു. പക്ഷേ പാർട്ടി കോൺഗ്രസ് എത്തുമ്പോൾ പ്രകാശ് ബാബുവിനെ പാർട്ടിയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടുത്തി അത് ബിനോയ് വിശ്വം ഒഴിഞ്ഞാണ് ആ സ്ഥാനത്തേക്ക് പ്രകാശ് ബാബുവിനെ കൊണ്ടുവന്നത്. അപ്പോൾ തന്നെ ഒരു സമവായ വാതിലുകൾ തുറന്നിടുന്ന സമീപനം നേതൃത്വം സ്വീകരിച്ചിരുന്നു. സമാനമായ രീതി സംസ്ഥാന എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് സെക്രട്ടറിമാരുടെ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അങ്ങനെയെങ്കിൽ VS സുനിൽകുമാറിനെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടുത്തും. കഴിഞ്ഞ തവണയൊക്കെ ഇദ്ദേഹം തഴഞ്ഞിരുന്നു. സുനിൽകുമാർ വന്നാൽ സ്വാഭാവികമായും ഈ ഇസ്മായിൽ പക്ഷത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവ്, ഇസ്മായിൽ പാർട്ടി ഇല്ലെങ്കിൽ പോലും അത്തരമൊരു എതിർ നിലപാടെടുത്ത ആളെ ഉൾപ്പെടുത്തിയെന്ന ഒരു പ്രതീതി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ ആലോചനയുണ്ട്. R ലതാദേവി, KM ദിനകരൻ, TT ജിസ്മോൻ, അദ്ദേഹം യുവ നേതാവാണ്, എന്നിവരും എക്സിക്യൂട്ടീവ് എത്തും. ജിസ്മോൻ ഇപ്പോൾ പാർട്ടിയുടെ ദേശീയ കൗൺസിലിലും കാൻഡിഡേറ്റ് അംഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാ സെക്രട്ടറിമാരായി സ്ഥാനമൊഴിഞ്ഞവരിൽ പാലക്കാട്ടെ KP സുരേഷ് രാജ്, തൃശ്ശൂരിലേക്ക് K വത്സരാജ്, ആലപ്പുഴ TJ ആഞ്ചലോസ് എന്നിവരും എക്സിക്യൂട്ടീവിൽ എത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. അസിസ്റ്റന്റ് സെക്രട്ടറിമാർ രണ്ടുപേരെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അതിൽ PP സുനീർ രാജ്യസഭാ അംഗമാണ്. അദ്ദേഹം തുടരാൻ തന്നെയാണ് സാധ്യത. E ചന്ദ്രശേഖരന് പകരം ഒരാളെ കൊണ്ടുവരും. അത് ആരെന്ന കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമായിട്ടില്ല. R രാജേന്ദ്രൻ, കൊല്ലത്തുള്ള R രാജേന്ദ്രനെ പരിഗണിക്കാൻ സംസ്ഥാന താല്പര്യമുണ്ട്. പക്ഷെ ജില്ലാ ഘടകം അതിനോട് ആ രീതിയിൽ യോജിക്കുന്നില്ല. എങ്ങനെയെങ്കിൽ കൊല്ലത്ത് തന്നെയുള്ള മുല്ലക്കര രത്നാകരൻ, മന്ത്രി K രാജൻ, TJ ആഞ്ചലോസ് എന്നിവരുടെ പേരുകളും ആ പദവിയിലേക്ക് പരിഗണിക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് വൈകിട്ടോടുകൂടി പുതിയ സംസ്ഥാന എക്സിക്യൂട്ടീവിനെയും രണ്ട് അസിസ്റ്റന്റ് സെക്രട്ടറിമാരെയും CPI തിരഞ്ഞെടുക്കും. വിശദാംശങ്ങളാണ് VV അരുൺ നൽകിയത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശാനായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് നിയമവിരുദ്ധം. ക്ഷേത്രവളപ്പിൽ തന്നെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന നിബന്ധന ലംഘിച്ചായിരുന്നു ദേവസ്വം ബോർഡിന്റെ ഉത്തരവ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ആഴ്ചകളോളം ശില്പങ്ങൾ കൈവശം വെച്ചിരുന്നുവെന്നും ശബരിമലയിൽ തിരികെ കൊണ്ടുവന്നപ്പോൾ തൂക്കി നോക്കിയിട്ടില്ല എന്നും മുൻ തിരുവാഭരണ കമ്മീഷണർ RG രാധാകൃഷ്ണൻ ന്യൂസ് 18നോട് പറഞ്ഞു. ചെന്നൈയിൽ മഹസർ രേഖപ്പെടുത്തി ശില്പങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ അതിൽ പീഠങ്ങൾ ഇല്ലായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശബരിമല ക്ഷേത്രനടയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ആ ദ്വാരപാലക ശില്പങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോയി പിന്നീട് കൊണ്ടുവച്ചു എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ എങ്ങനെ ഇത് കൊടുത്തുവിട്ടുന്ന കാര്യത്തിൽ വലിയ ദുരൂഹതകളുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് ശബരിമലയിലെ ദേവസ്വം കമ്മീഷണറായിരുന്ന ശ്രീ രാധാകൃഷ്ണനാണ്. എന്താണ് ശരിക്കും 2019 സംഭവിച്ചത്? അതായത് 2019 5-ാം മാസത്തിലാണ് ഈ ഓർഡർ ഇറക്കുന്നത് ബോർഡിന്റെ. അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ ഇത് ഇളക്കി കൊടുക്കണമെന്നും ചെമ്പ് എന്നാണ് അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ ചെമ്പ് ഇളക്കി കൊടുക്കണമെന്നും
അത് തിരിച്ച് തിരുവാഭരണം കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ, തിരുവാഭരണം കമ്മീഷണറാണ് എൻ്റെ പോസ്റ്റ്, അപ്പോൾ ആ തിരുവാഭരണം കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ പൂശണമെന്ന് തിരിച്ച് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അത് അവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടികളെല്ലാം നടന്നിരിക്കുന്നത്. ഇളക്കി കൊണ്ടുപോകുന്നതിനും തിരുവാഭരണ കമ്മീഷണറുടെ സാന്നിധ്യം വേണം. ആ തിരുവാഭരണം കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ വേണം അത് ഇളക്കിയെടുത്ത് തൂക്കി വെയിറ്റ് നോക്കി അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വേണം കൊടുക്കാനെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ ചെല്ലുന്നതിന് മുമ്പാണ് ഇതെല്ലാം നടന്നിരിക്കുന്നത്. ജൂലൈ മാസം 19-നും 20-നുമാണ് ഇത് എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്, 2019. ഞാൻ ചെല്ലുന്നത് 5-8 ഞാൻ അവിടെ പ്രവേശിക്കുന്നത് തിരുവാഭരണ കമ്മീഷനായിട്ട്. അപ്പൊ ഞാൻ ഇതൊന്നും അറിയുന്നില്ലല്ലോ, ഇങ്ങനെ കൊണ്ടുപോയതും വന്നതും ഓർഡർ കൊടുത്തതൊന്നും ഞാൻ അറിയുന്നില്ല. അങ്ങേക്ക് മുമ്പുണ്ടായിരുന്ന കമ്മീഷണർ സമയത്ത് ഉണ്ടായിരുന്നു ഇടയിൽ കൊണ്ടുപോകുമ്പോഴൊക്കെ? ആ കമ്മീഷണർ സാന്നിധ്യത്തിൽ വേണമല്ലോ ഇളക്കാനായിട്ട് ഓർഡർ കൊടുത്തിരിക്കുന്നത്. പിന്നെ പുള്ളി അവിടെ പോയി പ്രസന്റ് ഉണ്ടോ, പുള്ളി രജിസ്റ്ററിൽ ഒപ്പിട്ടിട്ടുണ്ടോ, മാസ്റ്റർ എഴുതിയിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങളൊന്നും നമുക്കറിയില്ല. അപ്പൊ അതിനുശേഷം 5-8 പ്രവേശിച്ചതിന് ശേഷം 29 ആ മാസം ആഗസ്റ്റ് ലാസ്റ്റ് 28-നാണ് ഞങ്ങളുടെ ഇൻഫർമേഷൻ കിട്ടുന്നത്, ഇങ്ങനെ സാധനം കൊണ്ടുപോയിരിക്കുകയാണ്, അത് പൂശാൻ നമ്മുടെ സാന്നിധ്യം വേണമല്ലോ, അവിടെ ചെല്ലണമെന്ന്. അങ്ങനെ 29 രാവിലെ അവിടെ ചെല്ലുകയാണ്, ചെന്നൈയിൽ ഈ പറഞ്ഞ സ്ഥാപനത്തിൽ. അവിടെ ചെന്ന് ഈ സ്വർണം പൂശുന്നതിന് മുമ്പ് ഈ തകിട് ചെമ്പായിരുന്നു കംപ്ലീറ്റ്. അതിന്റെ വെയിറ്റ് എടുത്ത് മഹസർ തയ്യാറാക്കി എല്ലാവരും ഒപ്പിട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ നമ്മുടെ ഓഫീസ്, ഞാൻ, എന്റെ സൂപ്രണ്ട് സ്മിത്ത്, ഉണ്ണികൃഷ്ണൻ പോറ്റി, അവിടുത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്മാർട്ട് ക്രിയേഷൻസ്, എല്ലാവരും കൂടെ ചേർന്ന് മഹസർ തയ്യാറാക്കി ഒപ്പിട്ടിട്ട് ഇത് സ്വർണം പ്ലേറ്റ് ചെയ്യാനായിട്ട് ഏൽപ്പിക്കുകയാണ്. പ്ലേറ്റ് ചെയ്ത് നമ്മുടെ സാന്നിധ്യത്തിൽ പ്ലേറ്റ് ചെയ്ത് കിട്ടുകയാണ്. കിട്ടിയതിന് ശേഷം വീണ്ടും തൂക്കുകയാണ്. അല്ല, പിറ്റേ ദിവസം 30 ദിവസം അത് കിട്ടി. അന്ന് തന്നെ അത് പ്ലേറ്റ് ചെയ്ത് കിട്ടിയതിന് ശേഷം വീണ്ടും വെയിറ്റ് എടുക്കും. വെയിറ്റ് എടുക്കുമ്പോൾ അതിനും സെപ്പറേറ്റ് ആയിട്ട് ഒരു 14 ഷീറ്റ് എങ്ങാണ്ടുണ്ട് ഇതിന്റെ പാർട്ടുകൾ, ഓരോ പാർട്ടായിട്ടാണ്. അപ്പൊ അത് 14 പ്രത്യേകം എഴുതും, ഓരോ പാർട്ടിനും എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത്. അതെല്ലാം എഴുതി രണ്ടാമത് ഇത് തമ്മിലുള്ള വ്യത്യാസം എടുത്ത് അത്രയും സ്വർണ്ണമാണ് അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് റെക്കോർഡ് ചെയ്ത് ആ മഹസർ ക്ലോസ് ചെയ്യാണ്. ക്ലോസ് ചെയ്ത് നമ്മുടെ ജോലി കഴിഞ്ഞു, തിരുവാഭരണ കമ്മീഷണർ ജോലി കഴിഞ്ഞു. ശബരിമലയിൽ കൊണ്ടുപോയതിന്റെ വെയിറ്റ് അത് പരിശോധിച്ചില്ലേ? ചെമ്പാണ്. അല്ല, അത് നമ്മൾ അവിടെ പോയി എടുക്കുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ പ്രത്യേകിച്ച് ഒരു പരിശോധന ഞാൻ നടത്തേണ്ട കാര്യമില്ലല്ലോ. നേരത്തെ സ്വർണം പൂശിയിരുന്നതല്ലേ? അപ്പൊ അത് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ, അവിടുത്തെ പൂശിയിരുന്നതാണോ അല്ലേ എന്നുള്ളത് അവിടുത്തെ രജിസ്റ്ററിലെ പരിശോധന നടത്തിയാലേ ഇത് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് ഞാനും പറയുന്നത്. അപ്പൊ അത് ദേവസ്വത്തിൽ ഏതൊരു സാധനം വന്നില്ല തന്നെ ആ രജിസ്റ്ററിനകത്ത് എൻട്രി ചെയ്യണമെന്നാണ്. അത് എൻട്രി ചെയ്തിട്ടുണ്ടോ, സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടോ, എങ്കിൽ പിന്നെ ഈ വിവാദം ഒന്നും വരില്ല. അത് പൂശിയിട്ടുണ്ടെങ്കിൽ, പൂശിയതായിട്ട് എഴുതി സ്വർണം പൂശിയ സാധനമാണെന്നും പറഞ്ഞ് വെയിറ്റ് എഴുതി ആ രജിസ്റ്ററിനകത്ത് എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് നോക്കുമ്പോഴത്തേക്ക് ഇത് ചെമ്പെന്ന് എഴുതാൻ പറ്റൂലല്ലോ, അത് സ്വർണ്ണമായിട്ടല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ ഇത് എങ്ങനെ സ്വർണം ചെമ്പായി? അത് സ്വർണ്ണമാണെങ്കിൽ, അത് രജിസ്റ്റർ ചേർത്തിട്ടുണ്ടെങ്കിൽ, ചേർത്തിട്ടില്ലെങ്കിൽ അന്വേഷിക്കണം. അത് ഗുരുതരമായ. താങ്കൾ അവിടെ പോകുമ്പോ ഇത് ചെമ്പാണ്, ചെമ്പ് തകിടാണ്. ചെന്നൈയിൽ കാണുമ്പോൾ ചെമ്പ് തകിടായിരുന്നു. നേരത്തെ വിജയമല്യ സ്വർണം പൂശി എന്ന് പറയുന്ന അതേ സംഭവങ്ങളല്ലേ ഇത്? വിജയമല്യ സ്വർണം പൂശിയതെന്ന് എനിക്കത് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ പൂശിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് 99-ൽ സ്വർണം പൂശിയിട്ടുണ്ടെന്ന് പറയുന്നു, പറയപ്പെടുന്നതേ ഉള്ളൂ. അപ്പൊ അത് പൂശിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അവിടുത്തെ രജിസ്റ്റർ നോക്കിയാലേ അത് പരിശോധിക്കാൻ പറ്റുള്ളൂ. അത് പരിശോധനാ ഉദ്യോഗസ്ഥര്, ഇപ്പം ജുഡീഷ്യൽ അന്വേഷണം വരുന്നു, അവർ പരിശോധിക്കും. SP പോയി പരിശോധിച്ചു. അപ്പൊ അവര് പരിശോധിക്കുമ്പോൾ എന്താണോ കാണുന്നത് അത് അടിസ്ഥാനപ്പെടുത്തിയേ നമുക്ക് ഇതിനെ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. സാർ അത് കാണുമ്പോ ഈ കൊണ്ടുപോയ തകിടില്ലേ, അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടാണോ? അങ്ങനെയൊന്നും അവർ പറഞ്ഞിട്ടില്ല. ഇല്ല, അതൊന്നുമില്ല. അത് പാക്ക് പൊട്ടിച്ച് എങ്ങനെയാ രൂപത്തിലായിരുന്നു? ഓപ്പൺ ആയിട്ട് അവിടെ മേശപ്പുറത്ത് വെച്ചിരിക്കുക ഈ സാധനം. അപ്പൊ നമുക്കത് കാണാമല്ലോ, ഓരോ പാർട്ടായിട്ടല്ലേ എടുക്കുന്നത്. കയ്യ്, കാല്, നെഞ്ച്, തൊട, പാദം, അങ്ങനെ ഓരോ പാർട്ടായിട്ട് 10-14 പാർട്ടുണ്ട്. ഈ 14 ഓരോ പാർട്ടും എടുത്ത് തൂക്കും. ചെന്നൈ കാണുമ്പോൾ ചെമ്പായിരുന്നു. ചെമ്പ് ഈ ചെമ്പിനെ തൂക്കി, അതാണ് നമ്മുടെ ഡ്യൂട്ടി, ചെമ്പാണല്ലോ. അപ്പൊ സ്വർണ്ണമാണെങ്കിൽ ഞാൻ ചോദിക്കില്ല പിന്നെ എന്തിനാ ഇത് കൊണ്ടുവന്നതെന്ന്. റിപ്പയറിങ്ങിനാണെങ്കിൽ റിപ്പയറിങ്ങിന് വീണ്ടും ആ സ്വർണ്ണത്തിന്റെ അളവ് നമ്മൾ തൂക്കി നോക്കുമല്ലോ എത്ര ഉണ്ടെന്ന്. പിന്നെ അത് റിപ്പയർ ചെയ്തതിന് ശേഷം തൂക്കി നോക്കും. ഇതിപ്പോ അതിന്റെ ആവശ്യം വന്നില്ല, ചെമ്പായിരുന്നു. ചെമ്പ് തൂക്കി വെയിറ്റ് എടുത്തു, രണ്ടാമത് പ്ലേറ്റ് ചെയ്യാൻ കൊടുത്തു, പ്ലേറ്റ് ചെയ്ത് തിരിച്ചു കിട്ടി, വീണ്ടും വെയിറ്റ് എടുത്തു. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നതാണ് അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള സ്വർണം. ശരിക്കും ആ സ്വർണം റെക്കോർഡ് ചെയ്യാണ്, മഹസർ എഴുതാണ്. ഓർമ്മയുണ്ടോ? അത് ഏകദേശം 394.100 ഗ്രാമാണ്. അതായത് ഏകദേശം ഒരു 49 പവൻ വരും. പവൻ കണക്കാക്കുകയാണെങ്കിൽ 8 കൊണ്ട് വായിക്കുകയാണെങ്കിൽ 49 പവനോളം വരും. അത് സംതിങ് ചെറുതാ. പീഠം ഉണ്ടായിരുന്നോ ശരിക്കും? അതിനകത്ത് അന്ന് പീഠമൊന്നുമില്ല. ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള പീഠങ്ങളേ ഉള്ളൂ, ഇതിനകത്ത് വരുന്ന ഓരോ ചേർച്ചയിൽ വരുന്ന പീഠങ്ങൾ. അല്ലാതെ വേറെ അഡീഷണൽ പോറ്റി അയാൾ തന്നെ വെളിപ്പെടുത്തിയതല്ലേ, അയാൾ അഡീഷണൽ ആയിട്ട് ഒരു പീഠം കൊടുത്തു. ഇപ്പൊ എല്ലാവരും പറഞ്ഞു, എനിക്ക് ആ വാർത്തയാണ് എനിക്ക് അറിയപ്പെടുന്നത്. ഞാനും അതിശയിച്ചു, ഇങ്ങനെ ഒരു പീഠം അയാൾ എന്തിനു കൊണ്ട് കൊടുത്തു. അപ്പൊ അയാൾ കൊണ്ട് കൊടുത്തപ്പം ഫിറ്റ് ചെയ്ത് ചേരാതെ വന്നപ്പോ ഈ പീഠം അയാൾ തിരിച്ചു കൊണ്ടുപോയി. അത് അഡീഷണൽ അവിടെ പീഠമൊന്നുമില്ലായിരുന്നു. അന്ന് നമ്മൾക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് അവിടുത്തെ സ്ഥാപനത്തില് പീഠം ഉണ്ടായിരുന്നോ എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ചെന്നൈയിൽ പോകുമ്പോഴത്തേക്ക് ഇതിന്റെ ഈ 14 പീസുള്ള ഇതിന്റെ ദേഹത്ത് പിടിപ്പിച്ചിരുന്ന 14 പീസ് ചെമ്പ് പീസുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്.
മനസ്സിലായില്ലേ? ആ ചെമ്പ് പീസിനെയാണ് നമ്മൾ സ്വർണം പൂശുന്നതിന് വേണ്ട നേതൃത്വം കൊടുത്ത് അന്നത് തിരികെ കൊണ്ടുവരുന്നത് എങ്ങനെയായിരുന്നു? നിങ്ങൾ നമ്മൾ മകസർ എഴുതി ഏൽപ്പിക്കുകയാണല്ലോ. തിരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ട് കൊടുക്കണമെന്നല്ലേ ഓർഡറിൽ പറയുന്നത്. എന്നാ കൊണ്ടുവന്നിട്ട് അത് പിന്നെ കൊണ്ടുവന്നത് എനിക്ക് തോന്നുന്നു അതിന്റെ അടുത്ത മാസമാണെന്ന് തോന്നുന്നു, 9 സെപ്റ്റംബറിൽ. എത്ര ദിവസം കഴിഞ്ഞിട്ട്? അത് 11-11-എങ്ങാണ്ടാണ്. 29-30 ഇത് പണി തീരുന്നു. അത് കഴിഞ്ഞിട്ട് 11 ദിവസമോ 20 ദിവസമോ കഴിഞ്ഞപ്പോഴാണ് ഇത് പിന്നെ വീണ്ടും അവിടെ കൊണ്ടുപോകുന്നത്. പണിയെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ ഏൽപ്പിച്ച സാധനം. അപ്പം നമ്മൾ കൊടുത്ത മകസറിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ചിട്ടുള്ള സാധനങ്ങൾ ഫിക്സ് ചെയ്യുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് അവർ പിന്നെ മകസർ എഴുതിയിരിക്കുന്നത്. അത് ഒന്ന് വേണമെങ്കിൽ അവർക്ക് അത് തൂക്കി നോക്കാമായിരുന്നു. അതെന്തുകൊണ്ട് തൂക്കിയില്ല? രാഹുൽ ഗാന്ധിയെ മാത്രമല്ല ആരെയും വെടിവെച്ച് കൊല്ലാൻ പാടില്ല എന്നതാണ് CPIM നിലപാടെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. എന്നാൽ മുഖ്യമന്ത്രിക്കെതിരെ മുൻപ് വധഭീഷണി ഉണ്ടായപ്പോൾ കോൺഗ്രസ് അനങ്ങിയിട്ടില്ല. കോഴിക്കോട് കോടിയേരി ദിനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. രാഹുൽ ഗാന്ധിയെ ചാനൽ ചർച്ചയിൽ വെടിവെക്കണമെന്ന് ഒരു വ്യക്തി പറഞ്ഞു എന്നുള്ളതാണ്. അതിൽ നമ്മളൊക്കെ പ്രതിഷേധിക്കുന്നു. രാഹുൽ ഗാന്ധിയെ മാത്രമല്ല, ഒരാളെയും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വധഭീഷണി മുഴക്കുന്ന നിലപാടിനോട് CPM-ന് യോജിപ്പില്ല. ഇത് നമ്മൾ വ്യക്തമാക്കിയതുമാണ്. എന്നാൽ അതൊരു അടിയന്തര പ്രമേയമാക്കി കൊണ്ടുവന്ന് ഒരു വലിയ വിഷയമാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇവിടെ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, UDF പൊതുവെ നിയമസഭക്കകത്തും പുറത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ഓർത്തു നോക്കണം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ മധ്യപ്രദേശിൽ അറിയപ്പെടുന്ന RSSന്റെ നേതാവ് തലവെട്ടിയാൽ ഇനാം പ്രഖ്യാപിച്ചൊരു കാലമുണ്ടായിരുന്നു, ഒരു 3-4 വർഷം മുമ്പ്. നിങ്ങൾ ഓർക്കുന്നില്ലേ? കേരളത്തിൽ ഏതെങ്കിലും കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് ഇതിനെ അപലപിച്ചോ? ഇത് തെറ്റാണെന്ന് പറഞ്ഞോ? പറയുന്ന സമീപനം ഉണ്ടായിട്ടില്ല. അതാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം. ഇടുക്കി കട്ടപ്പനയിൽ ഓട വൃത്തിയാക്കുന്നതിനിടെ 3 തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. തമിഴ്നാട് കമ്പം സ്വദേശികളാണ് മരിച്ചത്. വിഷവാതകം ശ്വസിച്ചായിരുന്നു മരണം. വേണ്ടത്ര സുരക്ഷാ ക്രമീകരണം ഇല്ലാത്തതാണ് അപകട കാരണമെന്ന് ആരോപണമുണ്ട്. മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. സംഭവത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അത്ര അടുത്ത സമയത്താണ് ഈ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്. ഇതിനകത്ത് സ്ലറി എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 5 അടി കൂടുതൽ സ്ലറി ഇല്ല. പക്ഷേ ഇതിനു മുൻപും ഇവിടെ വന്ന് ക്ലീൻ ചെയ്ത് ഇതിൻ്റെ വർക്ക് നടന്നിട്ടുള്ളതായിട്ടാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ ഈ മാൻഹോളിൽ കൂടി ഇറങ്ങിയപ്പോൾ ഒരാൾ കമന്ന് വീഴുകയാണ് ചെയ്തത്. അപ്പോൾ അയാളെ രക്ഷിക്കാനായിട്ടാണ് മറ്റുള്ള 2 പേരും ഇറങ്ങിയത്. അതിനകത്ത് ഏതാണ്ട് ഇതൊരു 15 അടി വ്യാസമുള്ള ഒരു ടാങ്കാണ്. അതിനകത്തൊരു 5 അടി മാത്രമേ സ്ലറി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഈ പോയിസൻ്റെതായിരിക്കും. ഇറങ്ങിയവർ കമന്ന് വീഴുകയായിരുന്നു. ആദ്യം ഇറങ്ങിയ ആളെ രക്ഷിക്കാനായിട്ട് രണ്ടാമത് ഇറങ്ങിയ ആളെ നോക്കാനായിട്ട് 3ാമത് ആൾ ഇറങ്ങി. അങ്ങനെയാണ് ഇതിനകത്ത് ഈ ആക്സിഡൻറ്റ് ഉണ്ടായിരിക്കുന്നത്. നിലവിൽ 3 പേരെയും കിട്ടിയിട്ടുണ്ടല്ലോ. നിലവിൽ 3 പേരെയും കിട്ടിയിട്ടുണ്ട്. കട്ടപ്പന സെൻറ് ജോൺസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. PK സ്റ്റാലിൻ വിശദാംശങ്ങളുമായി ചേരും. സ്റ്റാലിന് എന്താണ് സംഭവിച്ചത് എന്നതിൽ ഇപ്പോൾ വ്യക്തത കൈവന്നിട്ടുണ്ടോ? മറ്റു വിവരങ്ങൾ എന്തൊക്കെ? ഇന്നലെ രാത്രി 10 മണിയോടെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. കട്ടപ്പന ടൗണിന് സമീപമുള്ള പാറക്കടവ് സമീപത്ത് ഓറഞ്ച് ഹോട്ടൽ എന്ന സ്ഥാപനത്തിലെ ഹോട്ടലിന്റെ ഒരു മാലിന്യ ടാങ്ക് ഉണ്ട്. ആ മാലിന്യ ടാങ്ക് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഇവർ ഇറങ്ങുന്നത്. അതിനോടനുബന്ധിച്ച് തന്നെ മുനിസിപ്പാലിറ്റിയുടെ ഓടയും കടന്നു പോകുന്നുണ്ട്. ഈ ഓടയും ഈ മാലിന്യ ടാങ്കുമായിട്ട് അടിയിൽ കണക്റ്റഡ് ആയിരുന്നോ എന്നൊരു സംശയമുണ്ട് ഇപ്പോൾ ഉണ്ട്. ഏതായാലും ആദ്യം ഇറങ്ങിയ ഒരാൾ ഇത് വൃത്തിയാക്കുന്നതിന് വേണ്ടി ആദ്യം ഇറങ്ങിയ തമിഴ്നാട് സ്വദേശിയായ ഒരാൾ ആദ്യം ഇതിനകത്ത് പെടുകയും എന്നാൽ ഒരു നിശ്ചിത സമയത്തിന് ശേഷവും ആളെ കാണാതെ വന്നതോടുകൂടി രണ്ടാമത്തെ ആള് ആണ് ഇറങ്ങുന്നത്. രണ്ടാമത്തെ ആൾ ഇറങ്ങിയിട്ടും കാണാതെ വന്ന് 3ാമത് ഉണ്ടായിരുന്ന ആൾ കൂടി ഇറങ്ങുവാണ്. അങ്ങനെയാണ് 3 പേരും ഇതിൽ പെടുന്നത്. എന്തായാലും അപകടത്തിൽ പെട്ടു എന്നുള്ള പുറമെ നിന്നുള്ള ആൾക്കാരുടെ ബോധ്യത്തിൽ പെട്ടെന്ന് കട്ടപ്പന ഫയർഫോഴ്സിനെയും പോലീസിനെയും എല്ലാം അറിയിച്ച് ഏതാണ്ട് 1 മണിക്കൂർ നേരത്തെ പരിശ്രമത്തിന് ഫലമായാണ് ഇവരെ പുറത്തെടുത്തത്. എന്തായാലും പുറത്തെടുത്ത് ഉടൻ തന്നെ 2 പേരെ കട്ടപ്പന സ്വകാര്യ ആശുപത്രിയിലേക്കും ഒരാളെ കട്ടപ്പന ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റലിലേക്കും മാറ്റിയിരുന്നു. ഏതായാലും അവിടെ എത്തിയ ഉടൻ തന്നെ മരിച്ചതായിട്ടാണ് പിന്നീട് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ ആവശ്യമായിട്ടുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും ഇവിടെ ഏർപ്പെടുത്തിയിരുന്നില്ല എന്ന് വേണം നമുക്ക് കരുതാൻ. സാധാരണഗതിയിൽ ഇത്തരം ടാങ്കുകളിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങുമ്പോൾ ഓക്സിജൻ ഉൾപ്പെടെയുള്ള ഒരു ക്രമീകരണം കൂടി ചെയ്യുന്ന ഒരു പതിവുണ്ട്. ഇത് അക്കാര്യങ്ങളൊന്നും ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ശ്വാസം കിട്ടാതെ മരിച്ചുവെന്നും അതുപോലെ വിഷവായു ശ്വസിച്ചിട്ടുണ്ട് എന്നുമൊക്കെയാണ് ഒരു പ്രാഥമിക നിഗമനത്തിലുള്ളത്. PK സ്റ്റാലിനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. 9 മണി വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.